സ്ട്രഗ്ലിംഗ് അങ്ങനെ പീരീഡ് ഉണ്ട് എന്ന് നമ്മുടെ കുട്ടികളെ നമ്മൾ ബോധ്യപ്പെടുത്തുക തന്നെ വേണം. പരസ്പരം ഒത്തുപോവുക, ഒരുമിച്ച് ജീവിക്കുക. രണ്ട് കൾച്ചറിൽ നിന്ന് വന്ന മനുഷ്യന്മാര്, രണ്ട് കുടുംബത്തിൽ നിന്ന് വന്ന മനുഷ്യന്മാര്, രണ്ട് സാഹചര്യങ്ങളിൽ നിന്ന് വന്ന മനുഷ്യര്, പലതരം കൂട്ടുകാരുടെ സ്വാധീനങ്ങള്, കാഴ്ചകള്, കുടുംബത്തിലെ തന്നെ പല ദമ്പതികളിലും കണ്ട നല്ല കാഴ്ചകളൊക്കെ ഇവിടെ പ്രതീക്ഷിച്ച ആളുകളൊക്കെ ഉണ്ടാവും. എന്റെ വാപ്പനെ പോലെയാണോ, എന്റെ ഉമ്മനെ പോലെയാണോ, എന്റെ അക്കാങ്ങനെ പോലെ ആയിക്കൂടെ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കും. എന്റെ പെങ്ങളെ പോലെ ആയിക്കൂടെ നിനക്കെന്ന് ചോദിക്കും. ഇതൊന്നും നടക്കില്ല. അയാൾക്ക് അയാളെ പോലെ ആകാനേ പറ്റുള്ളൂ. ഇതാണ് സ്ട്രഗ്ലിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ഈ സ്ട്രഗ്ലിംഗ് പീരീഡ് കൂടി ഒരാൾക്ക് അതിജീവിക്കാൻ പറ്റിയാലുണ്ടല്ലോ, പിന്നുണ്ടാകുന്നൊരു സൗന്ദര്യമുണ്ട് ജീവിതം. ഒരു വല്ലാത്ത ഫ്ലോ ഉണ്ട്. കാരണം അവിടെ അത്രയേറെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നു, ഒരാളെ മനസ്സിലാക്കാൻ പറ്റുന്നു, ഒരാളെ ഉൾക്കൊള്ളാൻ പറ്റുന്നു. വളരെ രസകരമായ രീതിയിലായിരിക്കും പിന്നെ സംഭവിക്കുന്നത്. ഈ മൂന്ന് ഘട്ടങ്ങൾ ഉണ്ട് എന്നൊരാളെ മനസ്സിലാക്കുക തന്നെയാണ് ഏറ്റവും പ്രധാനവും. ഇവിടെ ഇരിക്കുന്ന ഏതൊരാളും ഇതിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ആളായിരിക്കും, അല്ലെ? ഉറപ്പല്ലേ? ഏതെങ്കിലും ഒരു ഘട്ടത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് ബന്ധങ്ങൾ മനോഹരമാകട്ടെ. ബന്ധങ്ങളാണ് സത്യം. നമ്മുടെ കൂടെയുള്ള ഈ മനുഷ്യന്മാരെ മനസ്സിലാക്കും. അവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടാവും. വിവാഹ ജീവിതത്തെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പടം കൊണ്ട് തീരൂല എന്നുള്ളതല്ലോ, അല്ലെ? ഒരു ഭർത്താവ് ഭാര്യയോട് ചോദിച്ചത്ര നിന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള നിമിഷം ഏതാണ്, നീ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നിമിഷം ഏതാണെന്ന് ചോദിച്ചു. അല്ല, ഭാര്യ ഭർത്താവിനോട്. ഇദ്ദേഹം ഇങ്ങനെ കുറെ നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള നിമിഷം അത് ഇതിൽ വന്നിട്ടില്ല. അവൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന വിധത്തിലല്ല അത് സംഭവിച്ചില്ല. ദേഷ്യം വന്നു. ഇവിടെ ചോദിച്ചു, നമ്മുടെ കല്യാണം നടന്നില്ല, ഇപ്പൊ കുട്ടികളുണ്ടായില്ല, ഇതൊന്നുമല്ലേ, പിന്നെ ഏതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള നിമിഷം? അങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, എന്താണെന്നറിയോ, നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് ഞാനിങ്ങനെ വരും. ഇത് ഞാൻ അസ്സലാമു അലൈക്കും എന്ന് പറയും. ഇങ്ങനെ പുഞ്ചിരിച്ചു വന്നിട്ട് സന്തോഷത്തോടെ വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് വാതിലിങ്ങനെ തുറന്നു. ആ കാഴ്ച കാണുക എന്നതാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള നിമിഷം. പക്ഷെ അതേ ഒളിഞ്ഞു പോകുന്ന, തീർന്നു പോകുന്ന ഈ ലോകത്തെ വീടിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അവിടെ നമ്മൾ കിട്ടുന്നത് സ്വർഗത്തിൽ നമുക്ക്, നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ ഉമ്മാർക്കും ഉപ്പാർക്കും കിട്ടുന്നത് അവിടെ ഞാൻ വരുമ്പോ നീ എനിക്ക് പറഞ്ഞു. ഇസ്ലാമിന്റെ കൺസെപ്റ്റ് പ്രകാരം അവിടെ വരെ തുടരുന്നൊരു ബന്ധമാണ്, ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ല. അത്രമേൽ ഹൃദ്യമായ ഒരു ആത്മബന്ധത്തിന്റെ സുഹൃതത്തിലേക്കാണ് ഓരോ ഇടയിൽ നിന്നും കൂടിച്ചേരുന്നത്. പോയ മധുവിധ കാലത്തേക്കാളും ഇന്ന് പ്രിയമുണ്ട് എനിക്ക് നിന്നോടോ എന്ന് ആറ്റൂരിന്റെ ഒരു കവിതയുണ്ട്. അതുപോലെ മനോഹരമാകട്ടെ ബന്ധങ്ങൾ. പോയ മധുവിധ കാലത്തേക്കാളും ഇന്ന് പ്രിയമുണ്ട് എനിക്ക് നിന്നോടോ. ആ പ്രണയവും ആനന്ദവും എപ്പോഴാണ് നിലനിൽക്കാൻ പറ്റുന്നതെന്നറിയോ? അതിന്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിമർശിക്കാനുണ്ടെങ്കിൽ, വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം സംസാരിക്കും. അത് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ക്വാളിറ്റി ടൈമിൽ പിന്നെയും കുറെ ഡിവൈഡ് ചെയ്ത് പല സാമൂഹിക പ്രവർത്തനങ്ങളായിട്ടും പല പല കാര്യങ്ങളായിട്ടും പോകുമ്പോൾ ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽ എങ്ങനെയൊക്കെയാണ് കുറച്ചുകൂടി പിന്നെ ഭാര്യമാരോടുള്ള പങ്കുവെക്കൽ, സമയത്തിന്റെ ഒരു പങ്കുവെക്കൽ, അവർ കംപ്ലൈന്റ് പറഞ്ഞല്ലോ ഒരു തവണ, അങ്ങനെ ഒരു പങ്കുവെക്കലില് അതിന്റെ ഒരു റേഷ്യോ എങ്ങനെയായിരുന്നു? അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കുറച്ചുകൂടി തന്നെ. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു അല്ലേ? എന്താണെന്നറിയോ, നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രധാനം തന്നെയായിരുന്നു. ഈ മനുഷ്യന് അത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഈ തിരക്കുകളിലേക്കൊന്നും ഓടാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. മനുഷ്യർക്ക് വേണ്ടത് ടൈമല്ല, ക്വാളിറ്റി ടൈമാണ്. അത് ഏതൊരു മനുഷ്യനായിരുന്നത് വേണ്ടത് ടൈമല്ല, ക്വാളിറ്റി ടൈമാണ്. സമയമല്ല, സാന്നിധ്യമാണ്. നമ്മളിങ്ങനെ രണ്ടാളും അടുത്തിരിക്കുന്നുണ്ട്, അയാളെന്തൊക്കെയോ പറയുന്നത് 10 കാര്യങ്ങൾ പറഞ്ഞ 8 കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ടാവില്ല. ആകെ 2 കാര്യങ്ങളെ കേട്ടിട്ടുണ്ടാവുക. ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഞാൻ പിന്നെയും എന്താ പറഞ്ഞത് കേൾക്കുന്നുണ്ടാവും. കാരണം ഞാനവിടെ ഉണ്ട്, എന്റെ ശരീരം അവിടെ ഉണ്ട്, പക്ഷെ എന്റെ സാന്നിധ്യം അവിടെ അല്ല. ഇംഗ്ലീഷിലെ സാന്നിധ്യത്തിനും സമ്മാനത്തിനും ഒരേ വേർഡാണെന്ന് അറിയാമല്ലേ? എന്താണ് പ്രസംഗം? ഒരാൾക്ക് സമ്മാനം കൊടുക്കുക എന്നുള്ളതിന് പ്രസന്റ് കൊടുക്കുക എന്നറിയാം. ഒരാളിവിടെ ഇങ്ങനെ ഉണ്ടാവുക എന്നുള്ളതിന് ഒരാൾ പ്രസന്റ് ആവുക എന്ന് പറയാം. അതിന്റെ കാരണത്തിലേ ഉള്ളൂ.
ഒരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്താണെന്നുള്ളത് സാന്നിധ്യം. നമ്മുടെ മൊബൈൽ പുസ്തകത്തിൽ പറഞ്ഞില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, പക്ഷെ ഒന്നുകൂടെ പറയണമെന്ന് തോന്നുന്നത്. നമ്മുടെ മോന് 9 വയസ്സായിരുന്നു. ഇവന് രാത്രി 9 മണിയൊക്കെ കഴിഞ്ഞ് ഇവരിങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഇവർ കയറി വരുന്നുണ്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവര് വന്നിട്ട് എന്റെ കൂടെ കുറച്ചു നേരം ഒന്ന് കിടക്കുമെന്ന് ചോദിക്കും. അപ്പൊ നമ്മളെന്തെങ്കിലും തിരക്കിട്ട് ജോലിയൊക്കെ ആണെങ്കിൽ അവനോട് പറയും, മോൻ പോയി കിടന്നോ, അപ്പ വരാം. അവനെന്ന് അറിയാം നമ്മൾ ചെല്ലുക. നമ്മൾ ചെല്ലുമ്പോഴേ അവൻ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ അങ്ങനെ പറയാറേ ഇല്ല. അവൻ എപ്പോഴാണോ വന്നിട്ട് വിളിക്കുന്നത് അപ്പൊ അതിന്റെ കൂടെ പോകും. കാരണം എന്താണെന്ന് ഒറ്റ കാര്യം ആലോചിച്ചതാണ്. കുറെ കാലം കഴിഞ്ഞാണ് നമുക്ക് ഈ തിരക്കൊക്കെ തീരും അല്ലെ. ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്ഷീണിച്ച് വടിയും കുത്തി വരുന്ന സമയത്ത് ആ മോനുണ്ടാവും അവിടെ ലാപ്ടോപ്പിന്റെ മുമ്പിലൊക്കെ ഇരിക്കണം. അപ്പൊ അവനോട് വന്നിട്ട് നമ്മളിങ്ങനെ പറയാണ്, മോനെ അപ്പന്റെ കൂടെ കുറച്ചു നേരം ഒന്ന് കിടക്കുവോ, കുറച്ചു നേരം കിടന്നാൽ മതി, അപ്പോഴേക്കും അപ്പ ഉറങ്ങിക്കോളാം എന്ന് നമ്മൾ അവനോട് ചോദിക്കുമ്പോ അവൻ അന്ന് നമുക്ക് തരുന്ന ഒരു മറുപടി ഉണ്ട്. ആ മറുപടി ഇന്ന് നമ്മൾ അവന് കൊടുക്കണം. എന്നാലേ ആ മറുപടി അവൻ അന്ന് തരുള്ളൂ. ഇതിന്റെ പേരാണ് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. ഏത് തിരക്കിനിടയിലും നമ്മൾ അതിന് സമയം കണ്ടെത്തിയേ പറ്റും. അത്രയേറെ തിരക്ക് പിടിച്ച ജീവിതമൊക്കെ നമുക്കുണ്ടാവും. പക്ഷെ നമ്മുടെ കയ്യിൽ പറ്റിയെങ്കിൽ 2 ഫോണുമാണ്. ഒന്ന് നമ്മുടെ കുടുംബത്തിനാണ്. ഏത് സമയവും അവർക്ക് നമ്മൾ അവൈലബിൾ ആയിരിക്കും. പ്രായമേറിയ വാപ്പയ്ക്കും ഉമ്മയ്ക്കും നിങ്ങളുടെ ചിറക് താഴ്ത്തി കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങളുടെ ചിറക് ഇങ്ങനെ താഴ്ത്തി കൊടുക്കണം. കാരുണ്യത്തില്ല ഒരു വാക്കാണ്, കവിത പോലെ മനോഹരമാണ്. നിങ്ങളുടെ ചിറക് അവർക്ക് വേണ്ടി ഇങ്ങനെ താഴ്ത്തി കൊടുക്കണം എന്ന് പറഞ്ഞാല് അവരത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രയാസപ്പെടാൻ പാടില്ല. നമ്മൾ അവർക്ക് അവൈലബിൾ ആകണം എന്നാണ് എന്റെ അർത്ഥം. അതേപോലെ തന്നെയാണ് ഇത്. നമ്മുടെ ബന്ധങ്ങൾക്ക് നമ്മൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. ഈ സാധനം ഉണ്ടല്ലോ ചെറിയ അർത്ഥത്തിലൊന്നല്ല നമ്മുടെ ബന്ധങ്ങൾ പരിക്കേൽപ്പിച്ചിട്ടില്ല. ഉറങ്ങുന്നതിന്റെ 1 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ സ്ക്രീൻ ഫ്രീ ആവണം. എന്നാൽ തന്നെ നമ്മുടെ ബന്ധങ്ങൾ വളരെ മനോഹരമായിരിക്കും. ഉറങ്ങുന്നതിന് അത് ശാസ്ത്രജ്ഞനാണ് പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് അത് ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഉറക്കിനെ തന്നെ അത് ബാധിക്കും. ഡീപ്പായ നല്ല ഉറക്കുപോലും നമുക്ക് കിട്ടില്ല, ഡീപ്പായ നല്ല ബന്ധങ്ങളും കിട്ടില്ല അല്ലെ. ക്വാളിറ്റി ടൈം ഏറ്റവും കൂടുതൽ അപഹരിച്ചു കൊണ്ടുപോകുന്നത് ഈ ഒരു സാധനമാണ്. ഇതിനെ ഒരാൾക്ക് എത്ര ഭംഗിയായിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ അത്രയും അയാളുടെ ബന്ധങ്ങൾ അയാളുടെ അടുത്തേക്ക് വരും. കാരണം നമ്മളിതിനെങ്ങനെ തൊട്ട് തോണ്ടി തലോടിക്കൊണ്ടിരിക്കുകയാണ്. നിരുത പറയുന്നുണ്ട്, നമ്മുടെ ചുറ്റും കുറെ മനുഷ്യന്മാരെ നമുക്ക് തന്നത് ടു ബി ലവ്ഡ്, സ്നേഹിക്കുവാനാണ്. നമ്മളെ കൂടെ കുറെ ഉപകരണങ്ങൾ തന്നിട്ടുണ്ട്. ഈ ഉപകരണങ്ങളൊക്കെ തന്നത് ടു ബി യൂസ്ഡ്, ഉപയോഗിക്കാനാണ്. ഉപയോഗിച്ചിട്ട് അത് അവസാനിപ്പിക്കണം. പക്ഷെ നമ്മളെന്താ ചെയ്യാ? നേരെ തിരിച്ചാണ്. ഉപകരണങ്ങളാണ് സ്നേഹിക്കുന്നത്. എന്തായിരുന്നാണ് മനുഷ്യന്മാർക്ക് നമ്മള് അവരെ ആവശ്യത്തിന് ഉപയോഗിച്ച് നമ്മൾ ഒഴിവാക്കികളാണ്. ടു ബി യൂസ്ഡ് മനുഷ്യന്മാരാവണം, ടു ബി ലവ്ഡ് ഉപകരണങ്ങളും ആവുന്നു. ഇത് ചെറിയ ദുരന്തമല്ല. ഇതിനെ ഒരാൾക്ക് എത്ര ഭംഗിയായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അത്രയും ഭംഗിയാവും കാര്യങ്ങൾ. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്താണെന്നറിയോ? തുടങ്ങാനുള്ളതുപോലെ അവസാനിപ്പിക്കാൻ ഒരു സമയം കണ്ടെത്തുന്നു. നമ്മളിത് ആരംഭിക്കാൻ ഒരു സമയം ഉണ്ടാവുമല്ലോ, അതേപോലെ ഈ സമയത്ത് ഞാനിത് അവസാനിപ്പിക്കും എന്നുകൂടി ഒരു നിശ്ചയം ഉണ്ടായാൽ ഒരുപാട് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റും. പലപ്പോഴും നമുക്ക് തുടങ്ങാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. അവസാനിപ്പിക്കൽ അല്ല, അനിയന്ത്രിതമായി നീണ്ടുപോവുക ചെയ്യും. പറഞ്ഞത് ഇതാണ് ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഔദാര്യം നല്ലത്, അത് അവരുടെ അവകാശമാണ്. അത് നമ്മുടെ മക്കളുടെ കൂടെയുള്ള മനുഷ്യരുടെ ഒക്കെ അവകാശമാണ് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടുത്ത് വന്നിട്ട് ഒരു സഹാബി ചോദിച്ചു, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിനെന്താണ് പരിഹാരം? അദ്ദേഹം ആലോചിച്ചിട്ട് ചോദിച്ചു, നിങ്ങളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, ഉമ്മ മരിച്ചുപോയി. നിങ്ങളുടെ വാപ്പ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, വാപ്പയും മരിച്ചുപോയി. ആണോ? എന്നാൽ നിങ്ങളുടെ കാര്യം ചെയ്യും, നല്ലോണം പ്രാർത്ഥിക്കൂ, എന്നിട്ട് കുറെ സൽക്കർമ്മങ്ങൾ ചെയ്യൂ. അതേ ഇത് പറയാനുള്ളത്. അദ്ദേഹത്തോട് പോയി കഴിഞ്ഞതിന് ശേഷം സഹാബികൾ ചോദിച്ചു, അതെന്താ ഒരുപാട് പാപങ്ങൾ വന്ന് ചെയ്തിട്ടുണ്ട്, എന്താണ് അതിന് പരിഹാരം എന്ന് ചോദിച്ച മനുഷ്യനോട് വാപ്പ ജീവിച്ചിരിപ്പുണ്ടോ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി ചവിട്ടുന്നിടത്ത് ചവിട്ടുന്ന സഹാബിയാണ്.
അത്രയേറെ റസൂലിന്റെ പ്രിയപ്പെട്ടവനാണ്. ആ സ്വഹാബി പറയാണ്, അതെന്താ ഞാനങ്ങനെ പറയാനുള്ള കാരണം എന്നറിയോ? നമ്മുടെ ഉമ്മനെ ഉപ്പനെ ഇങ്ങനെ സന്തോഷിപ്പിച്ചാൽ നമ്മുടെ പാപങ്ങളൊക്കെ ഒഴിയും. ക്വാളിറ്റി ടൈമാണ്. ഉമ്മാനെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഉമ്മാക്ക് ഇഷ്ടമുള്ള അടുത്തേക്ക് ഉമ്മനെ കൊണ്ടുപോവുക, ഉമ്മാക്ക് കാണാൻ ആഗ്രഹമുള്ളവരുടെ അടുത്തേക്ക് ഉമ്മനെ കൊണ്ടുപോവുക, ഉമ്മാക്ക് കാണാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക, ഉമ്മകളെ തൊടാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരുടെ അടുത്തേക്ക് പോവുക. ഇതൊക്കെയാണ് സന്തോഷിപ്പിക്കാതെ പറയുന്നത്. ആഴത്തിൽ ആലോചിച്ചാൽ എന്താണ്? ഉമ്മാക്ക് നമ്മൾ കൊടുക്കുന്ന നല്ല സമയമാണ്. അടുത്തൊരാൾ ഉണ്ടാവുമ്പോഴല്ല, അങ്ങനെ ഒരാളുണ്ടല്ലോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോഴാണ് ബന്ധങ്ങൾ മനോഹരമാകുന്നത്. ഞാനൊരാൾ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന കാര്യം പോലും നിങ്ങൾ മറന്നില്ലേ എന്നൊരു ചോദ്യങ്ങൾ ഉയരുന്നത് അതുകൊണ്ടാണ്. ഞാനിങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം പോലും നിങ്ങൾ മറന്നില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ആ ശ്രദ്ധയുടെ ആഴം പതുക്കെ പതുക്കെ ഇങ്ങനെ കുറയാൻ തുടങ്ങുമ്പോഴാണ് അല്ലെ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാടിനടുത്തൊരു നിക്കാഹിന് പങ്കെടുക്കാൻ വേണ്ടി പോയത്. നിക്കാഹ് തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ പരിശീലിപ്പിക്കുകയായിരുന്നു. അപ്പൊ ഒരാള് വന്നു. നമ്മൾ ആദ്യത്തെ കാണുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേര് അജയ് രാഘവൻ എന്നാണ്, ഒരു മാഷാണ്. അപ്പൊ അദ്ദേഹം വന്ന് സംസാരിച്ച് പരിചയപ്പെട്ട് കുറേ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോ മൂപ്പര് പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് ഒരു ഫോട്ടോ എടുക്കാം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു ഫോട്ടോ എടുക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ഒരാളെ ഇങ്ങനെ തൊടാതെ ഇങ്ങനെ ഫോട്ടോ എടുക്കുക. അപ്പൊ അദ്ദേഹത്തെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റുന്നില്ല, അത്രയും നല്ല സൈസുള്ള ആളാണ്. പിന്നെ ആകെ ചെയ്യാവുന്ന കാര്യം അദ്ദേഹത്തിന്റെ കയ്യിൽ ഇങ്ങനെ തൊട്ടു. അപ്പൊ അദ്ദേഹം നമ്മുടെ കയ്യിൽ തൊട്ടു. അങ്ങനെ 3 കൈകൾ, അദ്ദേഹത്തിന്റെ കൈ, നമ്മുടെ കൈ, പിന്നെ അദ്ദേഹത്തിന്റെ കൈ, ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ തൊട്ടിട്ടാണ് ആ ഫോട്ടോ എടുത്തത്. ആ ഫോട്ടോ എടുത്തതിന് ശേഷം അദ്ദേഹം ആ ഫോട്ടോ ഇങ്ങനെ കാണിച്ചു തന്നെ. ആ ഫോട്ടോയിലേക്ക് നോക്കിയപ്പോൾ അതിൽ ഏറ്റവും നല്ല ഭംഗിയുള്ള കാഴ്ച ഞങ്ങളുടെ ഒന്നും മുഖങ്ങളായിരുന്നില്ല, ആ കൈകളെ. ഒരു മനുഷ്യനെ ഇങ്ങനെ തൊടുമ്പോ അവിടെ ചെറുതല്ലാത്ത പലതും സംഭവിക്കുന്നുണ്ട്. ഒരു തിരക്ക് പിടിച്ച റോഡിന് അരികിൽ ഒരു വീടുണ്ട്. അവിടെ ചെറിയ മോനുണ്ട്. അവന് ഇടയ്ക്കിടയ്ക്ക് ഒരു പരിപാടി ഉള്ളത് റോട്ടിലേക്ക് ഓടും. പല സമയത്തും അവന് ചെറിയ വ്യത്യാസത്തിലാണ് രക്ഷപ്പെട്ടത്, കാരണം അത്രയും തിരക്കുള്ള റോഡാണ്. ഇവൻ ഇങ്ങനെ ഒരു കുസൃതി ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവന്റെ ഉമ്മ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഇങ്ങനെ അവൻ എപ്പോഴാ ഓടുന്നത് എന്ന് വളരെ ഒബ്സർവ് ചെയ്തിരിക്കും. ഓടുന്നത് കണ്ടാൽ ഓടി ചെന്ന് ആ ഉമ്മ അവനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ വലിയ വീട്ടിലേക്ക് കൊണ്ടുവരും. ഇവന് കുറച്ചൊക്കെ വലിയ കുട്ടിയായി. ഒരു ദിവസം ഉമ്മ അവനോട് ചോദിച്ചു, മോനെ ഓർമ്മയുണ്ടോ റോട്ടിലേക്ക് ഓടിയത്? എന്റെ മനസ്സിൽ തീയായിരുന്നു. യാതൊരു സമാധാനം എനിക്ക് ഉണ്ടായിരുന്നില്ല. മോൻ അറിയില്ല റോട്ടിലേക്ക് ഓടിയാൽ അപകടമാണെന്ന്. ആ പിന്നെന്തിനാ ഓടിയത്? ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് അവൻ ഉമ്മയുടെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ഉമ്മ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഉമ്മ എനിക്കറിയായിരുന്നു റോട്ടിലേക്ക് ഓടിയാൽ അപകടമാണെന്നൊക്കെ. പിന്നെ ഞാൻ ഓടിയത് എന്തിനാണെന്നറിയോ? ഉമ്മനെ കെട്ടിപ്പിടിക്കാനായിരുന്നു. ഉമ്മനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത്. ഉമ്മ ഓരോ ജോലികളുടെ തിരക്കിനിടയിൽ അത് മറക്കുമല്ലോ. അപ്പൊ ഉമ്മ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് റോട്ടിലേക്ക് ഓടിയിരുന്നത്. ആ കുട്ടിയുണ്ടല്ലോ, ഒരു കാലത്ത് നമ്മുടെ ഉള്ളില് ആ കുട്ടി മുതിർന്ന കുട്ടിയാവൂല. അങ്ങനെ ഒരു കുട്ടി ഇല്ലാത്ത ഒരാളും ഈ ഭൂമുഖത്ത് ജീവിക്കുന്നില്ല. അങ്ങനെ ഒരു കുട്ടി ഉള്ളിലില്ലാത്ത ഒരു മനുഷ്യനുമില്ല. ആരെങ്കിലും ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിലെന്ന്, ആരെങ്കിലും ഒന്ന് സാരല്ല എന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിലെന്ന്, അതൊക്കെ പോട്ടടാ എന്നൊരൊറ്റ വാക്കിന്റെ തണുപ്പ് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒന്ന് ചേർത്ത് പിടിച്ച് തന്നിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനുണ്ടല്ലോ. അത് മനുഷ്യന്മാർക്ക് വേണ്ടത് എത്രയേ ഉള്ളൂ. മനുഷ്യൻ എങ്ങനെയാണോ അങ്ങനെ ആ മനുഷ്യനെ സ്വീകരിക്കുകയും ആ മനുഷ്യന്റെ വേദനകളിലും ആനന്ദങ്ങളിലും ദുഃഖങ്ങളിലും പരിഭവങ്ങളിലും ആ മനുഷ്യന്റെ കൂടെ നിൽക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരാളെ തേടാത്തൊരു മനുഷ്യനുമില്ല. ഈ ബന്ധങ്ങളൊക്കെ പഠിച്ചോ നമുക്ക് തന്നത് അതിനാണ്. നമ്മുടെ അരികത്തുള്ള മനുഷ്യൻ അത്രമേൽ പ്രധാനവുമാണ്. റഷ്യയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കഥ വായിച്ചത് ഓർമ്മയുണ്ട്. വയലില് ജോലി ചെയ്യുന്ന ഒരു പാവ അമ്മയാണ്. ആ അമ്മയ്ക്ക് ഒരു ചെറിയ മോനുണ്ട്. ഈ മോനെ കൊണ്ടാണ് പാടത്തേക്ക് ജോലിക്ക് പോവാ. ഒരു ദിവസം മോനെ ഇങ്ങനെ വരമ്പത്ത് കിടത്തിയിട്ട്
ഉറക്കിയതിനു ശേഷം അമ്മ വയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. എന്തോ ചില അത്യാവശ്യങ്ങൾക്ക് അമ്മയ്ക്ക് കുറച്ച് ദൂരേക്ക് പോകേണ്ടി വന്നു. ഈ കുട്ടി ഉറക്കത്തിൽ നിന്നുണർന്നു, അമ്മയെ കാണാനില്ല, ഉറക്കൊക്കെ അറിയാൻ തുടങ്ങി. അപ്പൊ ആളുകളെ കൂടിയിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, എന്റെ അമ്മ ആരാണ്, അമ്മയുടെ പേരെന്താണ്? അമ്മയുടെ പേര് അമ്മ. അമ്മയെ കാണാൻ എങ്ങനെയാണ്? അമ്മ ലോകത്തെ ഏറ്റവും സുന്ദരിയാണ്. അല്ല, അമ്മ എങ്ങനെയാണ്? അമ്മ ഏറ്റവും നല്ല മിടുക്കിയുമാണ്. ഏറ്റവും നല്ല മിടുക്കി, ഏറ്റവും നല്ല സുന്ദരിയാണ് അവന്റെ അമ്മ. കുറെ സമയം കഴിഞ്ഞിട്ട് ഒരു സ്ത്രീ ഇങ്ങനെ ഓടി വരുന്നുണ്ട്. അമ്മ എന്ന് പറഞ്ഞിട്ട് അവൻ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവരുടെ സൗന്ദര്യ സങ്കല്പപ്രകാരം യാതൊരു ഭംഗിയില്ലാത്തൊരു സ്ത്രീയായിരുന്നു. അവരുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്കൊന്നും അനുസൃതമല്ലാത്ത, അവരുടെ സൗന്ദര്യ സങ്കല്പങ്ങൾ ഒന്നും യോജിക്കാത്തൊരു സ്ത്രീയായിരുന്നു ആ വന്ന സ്ത്രീ. പക്ഷെ ആ കുട്ടിയുടെ കണ്ടിലോ ലോകത്തിലെ ഏറ്റവും സുന്ദരിയായിരുന്നു. ഭ്രാന്തനും കാണാൻ ഒരു ഭംഗിയുമില്ലാത്ത മജ്നുവിനെയാണോ നീ പ്രേമിക്കുന്നത് എന്ന് ലൈലയോട് ചോദിച്ചപ്പോൾ ലൈല അതിന് കൊടുക്കുന്നൊരു മറുപടി ഉണ്ട്. മജ്നുവിന്റെ സൗന്ദര്യം കാണുന്നെങ്കിൽ ലൈലയുടെ കണ്ണു വെച്ചിട്ട് നോക്കണം. അല്ലെ, ഏതൊരു ബന്ധവും മനോഹരാകുന്ന എപ്പോഴാണെന്നറിയോ? ആ മനുഷ്യൻ എങ്ങനെയാണോ അങ്ങനെ ആ മനുഷ്യനെ സ്നേഹിക്കണം. അത്രമേൽ അഗാധമായ സ്നേഹം മനുഷ്യന് കിട്ടിയാല് പിന്നെ ഒന്നും വേണ്ടിയല്ല മനുഷ്യൻ. അതിനാണ് പഠിച്ചത് നമ്മൾക്ക് ബന്ധങ്ങളൊക്കെ തന്നിട്ടുള്ളത്. ആ അർത്ഥത്തില് ബന്ധങ്ങളെ ഒരാൾ മനോഹരമാക്കുക എന്നുള്ളതാണ് പഠിച്ചോ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ജോലിയാണ്. രണ്ടു തരം ബന്ധങ്ങളുണ്ട് മനുഷ്യൻ, അല്ലെ? ഒന്ന് രക്തബന്ധങ്ങളാണ്. രക്തബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിച്ചിട്ടൊന്നും കിട്ടുന്നതല്ല, പഠിച്ചോന്റെ സമ്മാനമായിട്ട് കിട്ടുന്നതാണ്. നമ്മളിങ്ങോട്ട് വരുമ്പോൾ തന്നെ ഉണ്ടാവും നമ്മളെ കാത്തിരിക്കുന്ന കുറച്ച് ആളുകൾ. പിന്നെ ഉള്ളത് വ്യക്തിബന്ധങ്ങളാണ്. കുടുംബ ബന്ധങ്ങൾ അടക്കമുള്ള വ്യക്തിബന്ധങ്ങളുണ്ട്. അത് പിന്നീട് നമുക്ക് ഉണ്ടായിത്തീരുന്നതാണ്. പക്ഷെ ഇതൊന്നും അല്ലാത്തൊരു ബന്ധം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, അല്ലെ? രക്തബന്ധമാണോ എന്ന് വെച്ചാൽ അല്ല. വ്യക്തിബന്ധം, കുടുംബബന്ധം അങ്ങനെ വല്ലതുമാണോ എന്ന് വെച്ചാൽ അതുമല്ലെന്ന് പറയാം. പക്ഷെ അതിനേക്കാളൊക്കെ അഗാധമാണ് ആ ബന്ധം, ആഴമുള്ളതാണ് ആ ബന്ധം. അതാണ് എന്ത് വിവാഹബന്ധം എന്ന് പറയുന്നത്, അല്ലേ? രക്തബന്ധമാണോ? അല്ല. എന്നാ കേവലമായ വ്യക്തിബന്ധം, കുടുംബബന്ധം എന്നൊക്കെ പറഞ്ഞാൽ മതിയോ? അത്രയും പറഞ്ഞാൽ പോരാ. അതിനേക്കാളൊക്കെ അഗാധമാണ്, ആഴമുള്ളതാണ്. നമ്മുടെ ഉമ്മ കടന്നു വരാൻ പാടില്ലാത്ത ചില നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, അല്ലെ? നമ്മുടെ വാപ്പ കടന്നു വരാൻ പാടില്ലാത്ത ചില നിമിഷങ്ങളുണ്ട്. കാണാൻ പാടില്ലാത്ത ചില സംഗതികളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ ഈ വ്യക്തിക്ക് കാണാനോ വരാനോ പ്രവേശിക്കാനോ കേൾക്കാനോ ഒന്നും യാതൊന്നിനും തടസ്സമില്ല. അയാൾ കുപ്പായം പോലെയാണെന്നാണ് ഉദാഹരണം തന്നെ പറഞ്ഞത്, വസ്ത്രം പോലെയാണെന്നാണ് പറഞ്ഞത്, അല്ലെ? ഇത്ര സുന്ദരമായൊരു മെറ്റാഫറാണ് അത് ആലോചിച്ചപ്പോ. ഉന്ന ലിബാസുല്ലക്കും ആനത്തുൽ ലിബാസുല്ലവനാണ്. ഉടുപ്പാണ് നിങ്ങൾക്ക് നിങ്ങൾ കണ്ടാവും. അത്ര ഭംഗിയുള്ള ഒരു ഉപമയാണത് എന്ന് അന്വേഷിച്ചു. എന്തിനാ വസ്ത്രം? ഭംഗിയാണ്. ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും അതനുസരിച്ചുള്ള വസ്ത്രം ധരിച്ചാൽ സുരക്ഷിതത്വമാണ്. നമ്മുടെ ശരീരത്തോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ആളാണ് വസ്ത്രം. ഭംഗിയാണ് വസ്ത്രം. അതൊക്കെ പോട്ടെ, വസ്ത്രം കാണാത്തൊരു രഹസ്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ല, അല്ലെ? കാരണം മറ്റുള്ളവർ കാണരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ മറച്ചു വെക്കുന്ന വസ്ത്രം കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ വസ്ത്രത്തിന്റെ മുകളിൽ മറച്ചു വെക്കാൻ വല്ലതുണ്ടാവും. അതാ വെറുതെ പറഞ്ഞതല്ലത്. 2019 അതിന് വ്യാഖ്യാനങ്ങളുണ്ട്, അല്ല? ഇനി ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ അതിന് പുതിയ വ്യാഖ്യാനങ്ങൾ സാധ്യവുമാണ്. അത്രമേൽ മനോഹരമായ ഉപമയാണ് ഖുർആൻ വസ്ത്രം എന്നൊരൊറ്റ വാക്കുകൊണ്ട് അവസാനിപ്പിച്ചത്. പരസ്പരം മറച്ചു വെക്കാനൊന്നുമില്ല, പറയാത്തതും പങ്കുവെക്കാത്തതായിട്ടൊന്നുമില്ല, ഒളിപ്പിച്ചു വെച്ച ഒന്നുമില്ല. അവൾ അറിയാത്തൊരു പാസ്വേഡ് ഇല്ല, അവൻ അറിയാത്തൊരു ലോക്ക് വേറില്ല, അവൾ അറിയാത്തൊരു അക്കൗണ്ട് എനിക്ക് വേറില്ല. ഇതാണ് ലിബാസ് എന്ന് പറഞ്ഞത്. ചെറിയ കാര്യമില്ലത്, അല്ലേ? ഇതാണ് ഒന്നാമത് പറയുന്നത്. ഇതാണ് ഒന്നാമത്. സൗജ എന്നൊക്കെയാണ് ഖുർആൻ ഭാര്യ ഭർത്താവിനൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. ആ പ്രയോഗം തന്നെ മനോഹരമായ പ്രയോഗമാണ്, അല്ലെ? ഭാര്യ എന്നും ഭർത്താവ് എന്നും അർത്ഥം കിട്ടുന്ന നല്ല അറബി വാക്കുകളുണ്ട്. പക്ഷെ ഖുർആൻ അതല്ല ഉപയോഗിച്ചത്. ഇണയും തുണയും എന്നാണ് പറയുന്നത്. അസുവാജ് എന്ന് പറഞ്ഞാൽ ഇണയും തുണയാണ്. എല്ലാ ജീവജാലങ്ങളിലും ഇണയും തുണയുണ്ട്. സസ്യങ്ങളിലുണ്ട്, മരങ്ങളിലുണ്ട്, പക്ഷികളിലുണ്ട്, ജന്തുക്കളിലുണ്ട്, ഒക്കെ ഇണയും തുണയുണ്ട്. അവിടെ നിന്ന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ മനുഷ്യന്റെ ബന്ധങ്ങളിൽ ആരും കുഴപ്പമില്ല. മറ്റേ കാരണമേ ഉള്ളൂ, ഒന്ന് ഭാര്യയും മറ്റേ ഭർത്താവും. ഒന്നാകുന്നതൊക്കെ നമ്മൾ പറയും. ഒന്നാകുമെന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റേയാളെ വിഴുകലൊന്നുമല്ല, ഇങ്ങനെ ചേർന്ന് നിൽക്കലാണ്. ഒരാൾ മറ്റേയാൾക്ക് സപ്പോർട്ടബിളാണ്. അതിനെന്താ വേണ്ടത്?
അതിന് അയാൾ എങ്ങനെയാണോ അങ്ങനെയാണോ സ്വീകരിക്കണം. ഞാൻ നിന്നെ പ്രണയിക്കുന്നു എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ് അല്ലെ. ഞാൻ നിന്നെയും നിന്റെ സ്വപ്നങ്ങളെയും പ്രണയിക്കുന്നു എന്ന് പറയാൻ അത്ര എളുപ്പമൊന്നുമല്ല. അതിന് അയാൾ അത്രമേൽ ഉൾക്കൊള്ളുന്നതാണ്. നമ്മുടെ സുഹൃത്തിനെ അത്യാവശ്യമായിട്ട് കാണേണ്ടി വന്ന്, അപ്പോ ഞായറാഴ്ചയാണ്, അദ്ദേഹം വലിയൊരു ഉദ്യോഗസ്ഥനാണ്. അപ്പൊ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കോഴിക്കോടാണ് ഉള്ളത്. JDTയുടെ അടുത്ത ഒരു സ്ഥാപനത്തിലാണ് അദ്ദേഹം ഉള്ളത്, ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അപ്പൊ എന്തിനാണ് അദ്ദേഹം അവിടെ പോയതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു എപ്പോ വന്നാൽ കാണാൻ പറ്റും. അദ്ദേഹം പറഞ്ഞു രാവിലെ ഒരു 7 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഞാൻ അവിടെ ഉണ്ടാവും. ഞാൻ അങ്ങോട്ട് വരാം, ഞാൻ അദ്ദേഹത്തെ തിരഞ്ഞ് അങ്ങോട്ട് ചെന്ന്. അദ്ദേഹം അവിടെ പഠിക്കുകയാണോ പഠിപ്പിക്കുകയാണോ എനിക്ക് മനസ്സിലാവണില്ല. അപ്പൊ ചെന്ന നേരത്ത് അതിന്റെ വരാന്തയിലൂടെ അദ്ദേഹം ഇങ്ങനെ നടക്കുന്നുണ്ട്. കയ്യിലൊരു ചെറിയ കുഞ്ഞുണ്ട്. മുലകുടി മാറാത്ത കുഞ്ഞിനെയും കൊണ്ട് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ വരാന്തയിലൂടെ 6 ദിവസവും തിരക്കിട്ട ജോലിയുള്ള ആ മനുഷ്യൻ 7-ാം ദിവസം ഒരു ഒഴിവ് കിട്ടിയപ്പോൾ രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്തിനാ ഇറങ്ങിയതെന്നറിയോ? അയാളുടെ കൂടെ ജീവിക്കുന്ന ഒരു പെണ്ണിന്റെ വലിയൊരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട്. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമുള്ള ഒരു കോഴ്സ് ഉണ്ട്. അതവിടെ ഞായറാഴ്ചയും ശനിയാഴ്ചയും ക്ലാസ് ഉണ്ട്. അതിന് അവളുടെ കൂടെ വന്നതാണ്. കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് പാല് കൊടുക്കാനുണ്ടായതുകൊണ്ട് അദ്ദേഹം ആ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് വരാന്തയിൽ. ഇതിന്റെയൊക്കെ പേരാണ് പ്രണയം എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന കുറെ വാക്കുകളുടെ ഒന്നും പേരുള്ളത്. നിന്നെയും നിന്റെ സ്വപ്നങ്ങളെയും ഞാൻ പ്രണയിക്കുന്നു എന്ന് ജീവിതം കൊണ്ട് ഒരാൾക്ക് സാക്ഷാത്കരിക്കാൻ കഴിയില്ല. ഇതൊക്കെയാണ് സ്നേഹം എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് വരുന്നത് ചെറിയ പ്രായത്തിലാണ്. ആ പ്രായത്തെ സംബന്ധിച്ച് പല വ്യത്യാസങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ചെറിയ പ്രായത്തിലാണ്. യാതൊരു സംശയവും അതിലില്ല അല്ലെ. അങ്ങനെ ചെറിയ പ്രായത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് വന്ന ആ പെൺകുട്ടി പിന്നെ ആരായി തീർന്നു അറിയുന്നു. ആ ചരിത്രം ഇതിഹാസ തുല്യമായ ചരിത്രമാണ്. സയ്യിദ് സുലൈമാൻ നദ്വി എഴുതിയിട്ടുള്ള ഹദറത്ത് ആയിഷ എന്നൊരു പുസ്തകമുണ്ട്. അതൊന്ന് വായിച്ചു നോക്കിയാൽ അറിയാം ആരാണ് ആയിഷ ബീവി. നിമിഷ കവയത്രിയായിരുന്നു. നിമിഷ നേരങ്ങൾ കൊണ്ട് അത്യുജ്വലമായ കവിതകൾ എഴുതാൻ കഴിയുന്ന പ്രതിഭാശാലിയായിരുന്നു. നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ ഗുരുനാഥയായിരുന്നു. 2000-ഓളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത പണ്ഡിതയായിരുന്നു. ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. എപ്പോൾ പറഞ്ഞു, ആരോട് പറഞ്ഞു, എങ്ങനെ പറഞ്ഞു, അതിന്റെ വാക്കുകളടക്കം തെറ്റാതെ പറയും വിധമുള്ള ഓർമ്മശക്തിയുള്ളവർക്ക് ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ 2000-ഓളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ആളാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. വലിയൊരു ഗുരുനാഥയായിരുന്നു, ഒരു മുഫ്തിയായിരുന്നു, കവയത്രിയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇതൊക്കെ ആയിത്തീരുകയായിരുന്നു എന്ന് പറഞ്ഞ റസൂലുള്ളാഹിയുടെ ചിറകിന്റെ ചോട്ടില് റസൂലുള്ളാഹിനെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഒരു മനുഷ്യന് വളരാനുള്ള എല്ലാ സാധ്യതകളെയും സാഹചര്യങ്ങളെയും റസൂലുള്ളാഹി ഒരുക്കി കൊടുക്കുകയായിരുന്നു. ഇന്നത്തെ കാലത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ഒരാൾക്ക് എത്ര പഠിക്കാൻ കഴിയും അത്രയും ഉയർച്ചയിലേക്ക് പഠിക്കാനുള്ള അവസരങ്ങളുടെ ആകാശം തുറന്നു കൊടുക്കുകയായിരുന്നു ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെയാണ് സ്നേഹം. ഒരു മനുഷ്യന് ഓർമ്മിക്കാവുന്ന വിധത്തില് ആ മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ ബാക്കിയാവും. ഏത് നിമിഷം ഈ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങി പോകേണ്ടി വന്നാലും നമ്മുടെ കൂടെയുള്ള മനുഷ്യർക്ക് നമ്മളെ കുറിച്ച് കൊടുക്കാൻ നല്ല അനുഭവങ്ങൾ ബാക്കിയുണ്ടാവും. അറിയോ, ബാക്കികളൊന്നും മറന്നു പോകും മനുഷ്യൻ. അനുഭവങ്ങൾ ഉണ്ടല്ലോ, നമ്മളെ കൊടുത്ത ഇമോഷൻസ് ഉണ്ടല്ലോ, അത് മനുഷ്യന്റെ മനസ്സിൽ ബാക്കിയുണ്ടാവും. നമ്മൾ പറഞ്ഞ വാക്കുകളൊക്കെ ഇങ്ങനെ മാഞ്ഞു പോകും. ഈ കൂടെ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് വരുന്നത് ആ തരത്തിൽ അയാൾ പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നും സ്നേഹിക്കപ്പെടുന്നുണ്ടെന്നുള്ള ഒരു അറിവാണ്. ഒരുപാട് ആൾക്കാരൊന്നും വേണ്ട, ഒറ്റ ആള് മതി അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ. അല്ല, ഒറ്റ ആള് മതി അങ്ങനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ. ആ ഒരാൾക്ക് വേണ്ടി നമ്മളിങ്ങനെ ജീവിക്കും. ജപ്പാനിലെ ഒരു പാട്ടുകാരനെ കുറിച്ച് പറയാറുണ്ട്. അദ്ദേഹം ഒരു ഹോട്ടലിൽ പാട്ട് പാടുന്ന ആളാണ്. അദ്ദേഹം കാടിനെ കുറിച്ചും കടലിനെ കുറിച്ചും കരയെ കുറിച്ചും ഒക്കെ പാടുമ്പോ മുന്നിൽ ഒരാൾ ഇരുന്നിട്ട് ഇങ്ങനെ പറയും, ഞാൻ കാണുന്നുണ്ട് ആ കടൽ, ഞാൻ കേൾക്കുന്നുണ്ട് ആ കാടിന്റെ ശബ്ദം, ഞാൻ കാണുന്നുണ്ട് ആ പുഴയുടെ ഓളങ്ങൾ എന്നൊക്കെ ഇയാൾ പാടുന്നതിനനുസരിച്ച് അയാൾ ഇങ്ങനെ പറയും. ഒരു ദിവസം അയാൾ മരിച്ചുപോയി. ഈ പാട്ടുകാരൻ അന്ന് അയാളുടെ വീണ പൊട്ടിച്ച് പാട്ട് നിർത്തി. കാരണം അത്രയും കാലം അദ്ദേഹം പാടിയത് ആ ഒരൊറ്റ മനുഷ്യന് വേണ്ടിയിട്ടായിരുന്നു, വേറെ ആർക്കും വേണ്ടിയിട്ടായിരുന്നു. ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉണ്ടാവും അങ്ങനെ. നമ്മളൊരു വാട്സാപ്പിൽ സ്റ്റാറ്റസ് വെക്കുന്നത് പോലും ഏതോ ഒരാൾക്ക് വേണ്ടിയിട്ടാണ്. ആ ഒരാളുണ്ടല്ലോ ജീവിതത്തെ മനോഹരമാക്കുന്ന ഒരാൾ. അങ്ങനെ ഒരാളായി നമ്മുടെ ജീവിതത്തിൽ ഒരാളെങ്കിലും ഉണ്ടാവണം. അങ്ങനെ ഒരാളായി ഒരാളുടെ ജീവിതത്തിലെങ്കിലും നമ്മളുണ്ടാവണം. ഇത്രയുള്ളൂ.
ബന്ധങ്ങളൊക്കെ മനോഹരം. കാരണം എന്താന്ന് പറയാ, നിങ്ങൾ പഠിച്ചോ നമുക്ക് തന്ന ഈ ബന്ധങ്ങളാണ് ജീവിതത്തിലെ സത്യം എന്ന് പറയുന്നത്. നമ്മളെ കൊതിപ്പിക്കുന്ന, ആഗ്രഹിപ്പിക്കുന്ന, മോഹിപ്പിക്കുന്ന പല സന്ദർഭങ്ങളും സാഹചര്യങ്ങളൊക്കെ ചുറ്റുണ്ടാവും. പക്ഷെ അതൊക്കെ മായയാണ്, അതൊക്കെ കാക്കപ്പെണ്ണാണ്. തനിത്തങ്കമായി നമ്മുടെ കൂടെയുള്ള കുറച്ച് മനുഷ്യരുണ്ട്. ആ മനുഷ്യരെ ഇങ്ങനെ വിടാതെ ചേർത്ത് നിർത്തുകയും സ്നേഹദാരിദ്ര്യം ആ മനുഷ്യർ അനുഭവിക്കുന്നില്ലെന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതാണ് ഉദ്ദേശിച്ചത്. ഇവിടെ കപ്പിളായിട്ട് വന്ന അത്ര ആളുകളുണ്ടെന്ന് കൈപോക്കും അല്ലെ? ഭാര്യയും ഭർത്താവും വന്നാണ്, അതാണ് കൂടുതൽ അല്ലേ? തനിച്ചു വന്ന പുരുഷന്മാർ എത്ര പേരുണ്ട്? ഭാര്യ ഇല്ലാതെ വന്ന് സ്ത്രീകൾ എത്ര പേരുണ്ടാവും? അവരും കുറച്ച് പേരുണ്ട് അല്ലേ? എന്തായാലും ആ വിഷയം തന്നെയല്ലേ നമുക്ക് പറയാൻ. ഞാനതാണ് ഉദ്ദേശിച്ചത്. തുകതർ എന്നുള്ള നമ്മുടെ ആശയം അതായിരുന്നു. കാരണം നമ്മൾ പിന്നെയും ഇങ്ങനെ പറയേണ്ട ഒരു കാര്യം അതാണെന്ന് തോന്നുന്നു. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില ഇടങ്ങളുണ്ട് എന്ന് തോന്നുന്നു. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില ഇടങ്ങൾ, പറയണ ഞാനാവട്ടെ, കേൾക്കുന്ന നിങ്ങളാകട്ടെ, നമ്മൾ പരിഗണിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ കൊണ്ട് ചെറിയ ചെറിയ ദോഷങ്ങളൊന്നുമല്ല നമ്മുടെ ജീവിതത്തിലുള്ളത്. മൊബൈൽ ഫോൺ കൊണ്ട് ദൂരെയുള്ള ആളുകളെ അടുപ്പിക്കാൻ കഴിയും, പക്ഷെ അടുത്തുള്ള ആളുകളെ അകറ്റാനും കഴിയും അല്ലേ? ദൂരെയുള്ള ആളുകളോടൊക്കെ സംസാരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ലോകത്തുണ്ട്. പക്ഷെ തൊട്ടടുത്തുള്ള ആളുകളോട് സംസാരിക്കാനുള്ള സംവിധാനങ്ങളൊന്നും നമ്മുടെ ചുറ്റുപാടിലില്ല. അത് കുറച്ചുകൂടി ഇളം ചൂടുള്ള മനുഷ്യനെ ഇങ്ങനെ ചേർത്ത് നിർത്താൻ നമ്മൾ ഒന്നുകൂടി പാകപ്പെടേണ്ടതുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ നിന്ന് പരിഭ്രമിച്ച് ഭയന്ന് ഓടിപ്പോയത് എങ്ങോട്ടാണ്? ചെറുപ്പകാലം മുതൽ കണ്ട അബൂബക്കർ സിദ്ദീഖൊക്കെ നാട്ടിലുണ്ട് അല്ലെ? പക്ഷെ അങ്ങോട്ടൊന്നുമല്ലല്ലോ ഓടിയത്. പിന്നെ 25-ാമത്തെ വയസ്സ് മുതൽ മാത്രം കണ്ട ഒരു പെണ്ണിന്റെ ചൂടിലേക്കാണ് റസൂൽ ഓടിയത്. ഇതാണ് ഈ ഇണ എന്ന് പറയുന്നത്. വെറുതെ പറയുന്ന വാക്കൊന്നുമല്ലോ. സമ്മിലൂനി യാ ഖദീജ എന്ന് പറഞ്ഞിട്ട് റസൂലിങ്ങനെ ഓടി വരുന്നത്. സമ്മിലൂനി സമ്മിലൂനി എന്ന് പറഞ്ഞാൽ എന്നെ പുതപ്പിക്കൂ പുതപ്പിക്കൂ എന്നാണ്. ഒരു ശീലകഷ്ണം കൊണ്ട് പുതപ്പിക്കൂ എന്നല്ല. അതിനാണെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിലും ഉണ്ടായിരുന്നു. എല്ലാ വീട്ടിലും ശീലകഷ്ണം ഉണ്ടല്ലോ. പിന്നെ ഖദീജയോട് റസൂൽ പുതപ്പിക്കൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? നിന്റെ ഇളം ചൂടുള്ള ശരീരം കൊണ്ട് എന്നെ പുതപ്പിക്കൂ. അങ്ങനെ അതിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ എന്നൊന്ന് കെട്ടിപ്പിടിക്കൂ എന്റെ ഖദീജ എന്നാണ് പറയുന്നത്. വിഷമങ്ങളിൽ മനുഷ്യന് കൂടെ ആളുകളും. സ്ത്രീയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? അവര് സങ്കടങ്ങളെയാണ് വിജയങ്ങളെക്കാൾ സൂക്ഷ്മമായി നോക്കുക. ഒരു പുരുഷന്റെ സങ്കടങ്ങളിൽ അവർ കൂടെ നോക്കും. ഏതൊരു ചരിത്ര പുരുഷനെയും നിങ്ങൾ എടുത്തു നോക്കും. അവരുടെ വിജയങ്ങളുടെ കൂടെ പുരുഷന്മാരൊക്കെ ഉണ്ടായിരുന്നു, പരാജയങ്ങളിൽ സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നു. ഹിറ്റ്ലറിന്റെ ചരിത്രം മാത്രം എടുത്തു നോക്കിയാൽ മതി അല്ലെ? ആ മനുഷ്യന്റെ കൂടെ എത്ര ആളുകൾ ഉണ്ടായിരുന്നു, ലക്ഷക്കണക്കിന് പട്ടാളക്കാരുണ്ടായിരുന്നു. അദ്ദേഹം ഒന്ന് ആജ്ഞാപിച്ചാൽ അനുസരിക്കുവാൻ ലക്ഷക്കണക്കിന് മനുഷ്യര് അയാളുടെ ഒരു ചൂണ്ടുവിരലിന്റെ അനക്കം കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ മനുഷ്യന്റെ വേദനകളിൽ അവസാന നിമിഷങ്ങളിൽ കൂടെയുള്ളത് ഇവാ ബ്രൗൺ എന്ന് പറഞ്ഞ പെൺകുട്ടി മാത്രമേ. അവൾക്ക് മനസ്സിലായി ഇത്രയും വലിയ മനുഷ്യന് നല്ല ചങ്ങാതി പോലും ഇല്ല. ആ മനുഷ്യന്റെ ഒറ്റപ്പെടലിന്റെ നിസ്സഹായതയെ ആ പെൺകുട്ടിക്ക് മാത്രമേ മനസ്സിലായിരുന്നു. ദസ്തോവ്സ്കിയുടെ ചരിത്രം പറയുന്നിടത്ത് ഒരു അന്നയുണ്ട് അല്ലെ? പോട്ടെ, ഹാജറ ബീവി എന്ന് പറഞ്ഞൊരു വലിയ വ്യക്തിത്വത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു. ചെറിയ ആളാണോ? ചരിത്രത്തിന്റെ മുകളിൽ നിൽക്കുന്ന ആളാണ്, ചരിത്രത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന ആളല്ല ഹാജറ ബീവി എന്ന് പറയുന്നത്. ഒരു അടിമസ്ത്രീ ആയിരുന്നവര്. ഹാജറ എന്ന് പറഞ്ഞാൽ ഹിജറ പോയവൾ എന്നാണ്, അത്രയുള്ളൂ. അതവരുടെ പേരല്ല എന്നാണ് പറയുന്നത്. ബൈബിളിൽ ആഗർ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഹദീസിലൊക്കെ അവരെ കുറിച്ച് പറയുന്നത് ഉമ്മു ഇസ്മായിൽ എന്നാണ്, ഇസ്മായിലിന്റെ ഉമ്മ. അതെന്തുകൊണ്ടാണ് ഇസ്മായിലിന്റെ ഉമ്മയ്ക്ക് പേരില്ല? കാരണം അവരൊരു അടിമസ്ത്രീയായിരുന്നു. അടിമകൾക്ക് പേരുണ്ടാവില്ല. യജമാനൻ എന്താണ് പറയുന്നത് അതാണ് പേര്. യജമാനൻ എന്താണ് കൊടുക്കുന്നത് അതാണ് ഭക്ഷണം. യജമാനൻ എന്താണ് സമ്മാനിക്കുന്നത് അതാണ് വസ്ത്രം. സ്വതന്ത്രമായ അസ്തിത്വം ഇല്ലാത്ത ആളുകളായിരുന്നു അടിമകൾ. അങ്ങനെ ഒരു സ്ത്രീയായിരുന്നു ഹാജറ ബീവി. അവരിപ്പോ ആരാണ്? ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാഹ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. സഫയും മർവയും അള്ളാന്റെ ചിഹ്നങ്ങളാണ്. അത് ചിഹ്നങ്ങളായി മാറിയത് എന്തുകൊണ്ടാണ്? അവിടെ ആരാണ് കയറി നിന്നത്? ഒരു ഉമ്മയാണ് കയറി നിന്നത് അല്ലെ? പാലില്ലായിരുന്നു ആ ഉമ്മയ്ക്ക്. വെള്ളം അന്വേഷിച്ചിട്ടാണല്ലോ ഓടിയത്. എന്തേ ആ ഉമ്മയ്ക്ക് പാലില്ലായിരുന്നോ? മുലപ്പാലില്ലായിരുന്നോ? പറ്റിപ്പോയിരുന്നോ? അത്രയും വലിയ ചൂടിലാണ്.
സ്വന്തം കുഞ്ഞിന് വേണ്ടി വെള്ളം അന്വേഷിച്ചൊരു ഉമ്മ ആ മലയിടുക്കുകളിലൂടെ ഓടിയെന്ന ഒരൊറ്റ കാരണം കൊണ്ട് സഫയും മറുവയും അള്ളാന്റെ ചിഹ്നങ്ങളാണ്. അള്ള കൊടുക്കുന്ന ഏറ്റവും വലിയ അംഗീകാരം അല്ലെ. സൗദി അറേബ്യയുടെ രാജാവാണ് ഹജ്ജിനും ഉംറയ്ക്കും വരുന്നതെങ്കിലും സഫയിലൂടെയും മറുവയിലൂടെയും ഇങ്ങനെ ഓടണം. ഒരു പ്രത്യേക സ്ഥലത്തും ഓടുകയാണോ നടക്കുകയാണോ എന്നറിയാത്ത വിധത്തിലുള്ള ഒരു നടത്താണത്. പുരുഷന്മാരെ നടന്നാൽ മതിക്കും അങ്ങനെ. സ്ത്രീകൾ ഓടണ്ട, അവർക്ക് വേണ്ടി അന്നേരമാണ് ഓടിയിരിക്കുന്നത്. ആ ഓട്ടം ഇങ്ങനെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് നല്ല പരിചയമുള്ള ഒരു ഓട്ടമാണത്. നടക്കുകയാണെന്ന് വെച്ചാൽ നടക്കല്ല, ഓടുകയാണെന്ന് വെച്ചാൽ ഓടുകയല്ല. നമുക്ക് നല്ല പരിചയമുണ്ടത്. എവിടെ പരിചയം എന്നറിയാം? കുഞ്ഞിന്റെ തൊട്ടിലിനും കഞ്ഞിക്കലത്തിനും ഇടയിൽ ഉമ്മ ഓടിയ ഒരു ഓട്ടമുണ്ട്. ആ ഓട്ടമാണ്. കുട്ടിയുണ്ടാവും തൊട്ടിൽ കിടക്കണം. ഷഹബാസ് പറഞ്ഞതാണ്. അദ്ദേഹം ഉംറയ്ക്ക് പോയി വന്നിട്ട് പട്ടുകാരൻ ഷഹബാസ് പറഞ്ഞതാണ്, ഞാൻ ആ ഓട്ടമാണോ നടത്താണോ എന്ന് എനിക്ക് സംശയകരമായ ആ നടത്തം കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് കുഞ്ഞിന്റെ തൊട്ടിലിനും കഞ്ഞിക്കലത്തിനും ഇടയിൽ ഉമ്മ ഓടിയ ഒരു ഓട്ടം കണ്ടപ്പോഴാണ് എനിക്ക് ആ ഓട്ടത്തിന്റെ അർത്ഥം മനസ്സിലായത് എന്ന്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ആളാണ് ഉമ്മ, അല്ല? ഉമ്മ എന്ന് പറയുന്ന ആ പേര് തന്നെ ഒരു വല്ലാത്ത ഫീലാണ് നമുക്ക്. അങ്ങനെ ഒരു ഉമ്മ നമ്മുടെ കൂടെ ഉള്ളതാണ്. ഉമ്മയെ കുറിച്ച് എന്തൊക്കെ മഹത്വമാണോ നമ്മുടെ മനസ്സിൽ ഓർമ്മയായും സ്മൃതികളായും വാക്കായും ബാക്കി നിൽക്കുന്ന, അതിനൊക്കെ അർഹതയുള്ള ഒരാളാണ് നമ്മുടെ കൂടെ ഉള്ളത്. എന്റെ ഉമ്മ 2013 മരണപ്പെട്ടത്. ഉമ്മ കുറെ ദിവസം ഇങ്ങനെ വെന്റിലേറ്ററിൽ കിടന്നതിന് ശേഷമാണ് മരണപ്പെട്ടത്. ഉമ്മ മരിച്ച ദിവസം അത്ര വലിയൊരു സങ്കടം ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ പ്രതീക്ഷിച്ച ഒരു മരണമായിരുന്നു. പക്ഷെ പിറ്റേ ദിവസമാണ് അതിന്റെ സങ്കടവും വല്ലാത്ത ഏകാന്തതയും ഒക്കെ അനുഭവിച്ചത്. രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എത്ര ഉറങ്ങാൻ ശ്രമിച്ചിട്ട് ഉമ്മാന്റെ മുഖം മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഉണർന്നിരുന്നിട്ട് ആകെ ചെയ്യാവുന്ന കാര്യം ഒന്നുകിൽ നമ്മുടെ സങ്കടം ആരോടെങ്കിലും പറയാം, അല്ലെങ്കിൽ ആ സങ്കടം ഇങ്ങനെ എഴുതി വെക്കാം. അതിങ്ങനെ എഴുതി വെച്ചപ്പോ അതിന് കവിത പോലെ കുറച്ച് വരികളായി മാറി. അതിങ്ങനെ എഴുതും: ഉമ്മ പോകുമ്പോൾ ഉണങ്ങിയ കെട്ടിടമാകും വീട്, ഉമ്മ പോകുമ്പോൾ ഉണങ്ങിയ കെട്ടിടമാകും വീട്, ഉറക്കം പാതിയിൽ മുറിയും, ഉണർന്നിരുന്ന ഓർമ്മകൾ കരയും. ഉമ്മ നട്ടതും നനച്ചതും നൂലിൽ കോർത്തതും ഓതി അടയാളമിട്ടതും കണ്ട് മനസ്സിലൊരു മഴ തുടങ്ങുന്നത് അവൾ മാത്രം തൊട്ടത്. അവളും ഉമ്മയാണല്ലോ. അവൾക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു വേദനയുണ്ട്. കാരണം അവളും ഉമ്മയാണ്. ഒരു ഇണയായി പഠിച്ചവന് ഒരാളെ തരിക എന്ന് പറഞ്ഞാല് അതൊരു ചെറിയ കാര്യമല്ല. പഠിച്ചവൻ പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റ് ആയി പഠിച്ചവൻ നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്ന ആളും നമുക്ക് പെർഫെക്റ്റ് ആയിരിക്കും. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് റൂമിലെ വിവാഹത്തെ കുറിച്ച് പറയുന്ന ആയത്ത് തുടങ്ങുന്നത് വിവാഹത്തെ കുറിച്ച് പറഞ്ഞിട്ടല്ല, പഠിച്ചവനെ കുറിച്ച് പറഞ്ഞിട്ടാണ്. അതാണ് വമിൻ ആയാത്തി, അല്ല? വമിൻ ആയാത്തി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും. നമ്മളെല്ലാ നിക്കാഹ് പ്രസംഗങ്ങളിലും കേൾക്കുന്ന ആയത്താണ്. കല്യാണത്തെ കുറിച്ചാണ് പറയുന്നത്, പക്ഷെ പറഞ്ഞു തുടങ്ങുന്നത് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ടാണ്. പഠിച്ചവന്റെ തീരുമാനമാണത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ കൂടെയുള്ള മനുഷ്യന് അള്ളാഹ് തന്നതാണ് നമുക്ക്. ആകാശ ലോകങ്ങളിൽ നിന്നുള്ള തീരുമാനമാണ്. കോടാനുകോടി പുരുഷ ബീജങ്ങളിൽ നിന്ന് ഏത് ബീജമാണ് മാതാവിന്റെ അണ്ടവുമായി സംയോജിക്കേണ്ടത് എന്ന് തീരുമാനിച്ചത് ഏതൊരു പഠിച്ചവനാണോ അതേ പഠിച്ചവനാണ് കോടാനുകോടി മനുഷ്യരിൽ നിന്ന് ഈ ഒരാളെ നമ്മുടെ ജീവിതത്തിലേക്ക് തീരുമാനിച്ചിട്ടുള്ളത്. പഠിച്ചോ പെർഫെക്റ്റ് ആണെങ്കിൽ ആ പെർഫെക്ഷൻ പഠിച്ചവന്റെ തീരുമാനങ്ങളിലുണ്ടോ എന്ന് പറഞ്ഞതിന് ശേഷമാണ് പിന്നെ ഖുർആൻ പറയുന്നത് അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ. അല്ലാത്ത വാക്കാണത്. നിക്കാഹ് ഖുതുബകളിലൊക്കെ ഏറ്റവും കൂടുതൽ വിശദീകരിക്കേണ്ട ഭാഗത്താണ്. എന്താ പറയുന്നതെന്ന് അറിയോ? മനുഷ്യരായ നിങ്ങൾക്ക് മനുഷ്യരിൽ നിന്നുള്ള ഇണകളെ നാം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ പറയേണ്ട കാര്യം ശരിക്കില്ല. നിങ്ങൾക്ക് നാം ഇണകളെ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി. മനുഷ്യൻ തന്നെയാണ് നമുക്ക് ഇണ. എന്നിട്ടും ഖുർആൻ പ്രത്യേകമായി പറഞ്ഞു നിങ്ങൾക്ക് നാം തന്നത് ഒരു മനുഷ്യനായ ഇണയാണ്. എന്നെന്തിനാവും പറഞ്ഞത്? ഇതൊരു മനുഷ്യനാണ് എന്ന് നമ്മളോട് പറയാനാണ്. നമ്മളെ പോലെ വിശക്കുകയും ദാഹിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്ന, ചിലപ്പോൾ മടി കാണിക്കുന്ന സ്വഭാവങ്ങൾ ഓരോ സന്ദർഭത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കണം
ഹോർമോണിലെ വ്യത്യാസത്തിനനുസരിച്ച് സ്വഭാവത്തിലും ഒക്കെ വ്യത്യാസങ്ങൾ വരുന്ന ഒരു സാധാരണ മനുഷ്യനാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഒരു അസാധാരണത്വമില്ല. കാരണം അയാൾ മനുഷ്യനായിട്ട് സ്വീകരിക്കണം. അതാണ് നിങ്ങൾക്ക് ഇവിടെ സമാധാനം ഇരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു, നമ്മുടെ ഒരു ഭരണാധികാരിക്ക് അയാളുടെ കുടുംബജീവിതം ഭദ്രമല്ല, സുഖകരമല്ല എങ്കിൽ അയാൾക്ക് ഭംഗിയിട്ട് ഭരിക്കാൻ കഴിയും. ലോകത്ത് പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു കാര്യവും നടക്കില്ല. അതുകൊണ്ടാണ് ഖുർആൻ അത്രയേറെ ശ്രദ്ധയിൽ ആ കാര്യം ആവർത്തിച്ചു പറഞ്ഞു തന്നത്. നിങ്ങളുടെ കുടുംബജീവിതം ഹാപ്പി ആവാൻ, ഹാപ്പിനെസ് നിലനിൽക്കാൻ ആവശ്യമായ മാർഗങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് ഖുർആൻ നമ്മളോട് പറയുന്നതാണ്. അതിനുള്ള വഴികളെല്ലാം മനോഹരമായി ആവിഷ്കരിച്ച് ഒരു മഹത്തായ ജീവിതം വെളിച്ചമായി കടന്നുപോയത് അതുകൊണ്ടാണ്. അതാണ് ഹബീബായ ഹാപ്പിനെസ്. അവസാന നിമിഷവും ഹാപ്പിനെസ്. ഖദീജ റളിയല്ലാഹു അൻഹ ഇങ്ങനെ വഫാത്താകുന്ന സമയത്ത്, അവർ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയത്ത് റസൂലുള്ളാഹി അവരുടെ അടുത്ത് ഇങ്ങനെ കണ്ണീരണിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ കണ്ണീർ ഇങ്ങനെ തുടച്ചിട്ട് കണ്ണിൽ തൊട്ടുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാൻ പോയാല് എന്റെ റസൂലിന് ഇനി ആരാണ് ഉണ്ടാവുക? കാരണം എന്താ പറയുന്നത്? ആരുമില്ലാന്നുള്ളതാണ്. വേറെ ആരുമില്ല, ഉമ്മല്ല, അനിയത്തില്ല, അത്താത്തല്ല. മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ പങ്കുവയ്ക്കുന്ന ആളുകളല്ലേ അതൊക്കെ. നമുക്കിങ്ങനെ നമ്മളാകുന്നത് നമ്മുടെ സങ്കടങ്ങളിലാണ്. ഒരു മനുഷ്യൻ റിയൽ ആകുന്നത് അയാളുടെ സങ്കടങ്ങളില്ല, ബാക്കിയുള്ളതൊക്കെ വെറും പെരിഫറലായ കാര്യങ്ങൾ മാത്രമാണ്. ഒരു മനുഷ്യൻ റിയൽ ആകുന്നത് അയാളുടെ സങ്കടങ്ങളില്ല. അങ്ങനെ നമുക്ക് റിയൽ ആകാൻ പറ്റിയ കുറച്ച് മനുഷ്യന്മാര് നമ്മുടെ ജീവിതത്തിലുണ്ടാവും, അല്ലേ? അത് കൂടുതൽ സ്ത്രീകളായിരിക്കും. ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ ഒരു പെണ്ണിനെ കഴിയുള്ളൂ എന്ന് പറയുന്നത്, ഒരു പുരുഷനെ മനസ്സിലാക്കാനും ഒരു പെണ്ണിനെ കഴിയുള്ളൂ. ഖദീജ റളിയല്ലാഹു അൻഹ ഇങ്ങനെ വഫാത്താകുമ്പോൾ റസൂലുള്ളാഹിയുടെ കണ്ണിലിങ്ങനെ തൊട്ടിട്ടാ പറയണം, ഞാൻ പോയാലും എന്റെ റസൂലിന് പിന്നെ ആരാ ഉള്ളത്? റസൂലുള്ളാഹിയുടെ വഫാത്താകുന്ന സമയത്താണ് റസൂലുള്ളാഹി പല്ല് തേച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു ആയിഷ റളിയല്ലാഹു അൻഹയെ. അപ്പൊ അവരുടെ ഈ അറാഖിന്റെ കൊള്ളി കൊണ്ടാണല്ലോ അവര് പല്ല് തേക്കുക. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ആ കൊള്ളി എടുത്തിട്ട് ഇങ്ങനെ വായില് ചവച്ച് അതിങ്ങനെ പരുവപ്പെടുത്തിയിട്ട് റസൂലിന് പല്ലിങ്ങനെ തേച്ചു കൊടുക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറയണം, എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഏറ്റവും സന്തോഷമുള്ള നിമിഷം എന്റെ ഉമ്മിനീരും എന്റെ പ്രിയപ്പെട്ടവന്റെ ഉമ്മിനീരും കൂടി ചെയ്യുന്നതാണ്. ഒരു സംശയം ചോദിക്കാണ്. സെഷനിൽ പറഞ്ഞതാണ്, ഒരാൾ എങ്ങനെയാണോ അയാളെ ആ രീതിയിൽ തന്നെ സ്നേഹിക്കണം, എന്നാൽ മാത്രം അവിടെ പ്രണയം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചെറിയൊരു സിനാരി പറയാം. അപ്പൊ നിങ്ങൾ ആ ഒരു സന്ദർഭത്തിൽ പ്രണയം ഉണ്ടാവും ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അതായത് ഒരു ഭാര്യ ഭർത്താവ് ഇസ്ലാമിക രീതികൾ അനുസരിച്ചിട്ടൊന്നും ജീവിക്കുന്ന ഒരാളല്ല. ഭാര്യ വളരെ പങ്ക്ച്വലായിട്ട് ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും അതിന്റെ ഏകദേശ കാര്യങ്ങൾ പരമാവധി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പൊ അവള് പ്രതീക്ഷിക്കുന്നത് പറഞ്ഞാല് രാവിലെ സുബഹിക്ക് എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്ന ഒരു ഭർത്താവ്. പക്ഷെ ഭർത്താവ് ആഗ്രഹിക്കുന്നത് രാവിലെ 11 മണിയിൽ ഉറങ്ങുന്ന ഒരാൾ. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം കുടുംബത്തിൽ എങ്ങനെയായിരിക്കും സ്നേഹം ഉണ്ടാകും? അതുകൊണ്ടോട് കൊടുത്തുള്ള അടുത്തൊരു ചോദ്യം, അങ്ങനെ ഇത് അവസാനം വരെ ആഗ്രഹത്തിൽ വരെ എത്തുന്ന ഒരു കാര്യമാണ് വിവാഹങ്ങൾ. അപ്പൊ ആ കുടുംബം ആഗ്രഹത്തിൽ വരെ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഒരു കുടുംബം ഇത്തരത്തിലുള്ള ഇസ്ലാമിക രീതികളനുസരിക്കാത്തൊരു ഭർത്താവ്. സഹാബികൾ ഇങ്ങനെ യാത്ര പോകുന്ന ഒരു ആയത്തിറങ്ങി. ആ ആയത്തിന്റെ ആശയം ഇതാണ്, നമ്മളിങ്ങനെ കൂട്ടിവെച്ചിരിക്കുന്ന സ്വർണമോ വെള്ളിയോ ഒന്നുമല്ല ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യം. അപ്പൊ സഹാബികൾ ചോദിച്ചു, റസൂലേ, സ്വർണമോ വെള്ളിയോ ഒന്നുമല്ല സൗഭാഗ്യം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, പിന്നെ എന്താണ്? അപ്പൊ റസൂൽ അതിന് വളരെ മറുപടി ഉണ്ട്. ജീവിതത്തിൽ മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന് ലിസാനുൽ ദാക്കിർ, അള്ളാഹനെ ഓർമ്മിക്കുന്ന നാവാണ്. മറ്റൊന്ന് ഖൽബുൽ ഷാക്കിർ, നന്ദിയുള്ള ഹൃദയമാണ്. മൂന്നാമത്തേത് സൗജത്തുൻ തുഈനുഹു അലാ ദീനിഹി, ഒരാള് അയാളുടെ മതപരമായ കാര്യങ്ങളിൽ അയാൾക്ക് സപ്പോർട്ടാകുന്ന ഒരു ഈമാൻ, അത് കിട്ടലാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും ജീവിതത്തിലെ വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത്. ഭർത്താവിനെ 8 മണിയാകുമ്പോഴേക്കും ഓഫീസിലേക്ക് അയാൾക്ക് ആവശ്യമുള്ളതൊക്കെ റെഡിയാക്കി വെക്കാൻ
ഏത് ഭാര്യമാരെ കൊണ്ടും കഴിയും. പക്ഷെ 8 മണിയേക്കാളും കുറച്ചുകൂടെ മുന്നാണ് വിളിച്ചു നിർത്തിയിട്ട് സുബഹിന് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ സുബഹ് നിസ്കരിപ്പിക്കാൻ ഒരു ഭാര്യയ്ക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഭാഗ്യം എന്നാണ് ചിന്ത. മക്കളെ നൽകിയ, വീട് നൽകിയ, സൗകര്യങ്ങൾ നൽകിയ, കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ ഈ സുഖങ്ങളെല്ലാം നൽകിയ പഠിച്ചവരോട് നന്ദി പറയാതെ ഇങ്ങനെ കിടന്നുറങ്ങുന്നത് ശരിയാണോ, നന്ദികേടല്ലേ എന്ന് മനുഷ്യന്റെ ഉള്ളിൽ തട്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ട് അയാൾക്ക് എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോ ആ മനുഷ്യന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണെന്നത്. പക്ഷെ ഒരാൾക്ക് ആ ഒരു ബോധ്യത്തിലേക്ക് അയാൾ എത്തിയിട്ടില്ലെങ്കിൽ അത് അവളുടെ കുറ്റമല്ല. അവൾക്ക് അത് ആഗ്രഹിക്കാനോ അത് പറഞ്ഞു കൊടുക്കാനോ ഒക്കെ പറയും കഴിയുമെന്നല്ലാതെ ഒരു മനുഷ്യനെയും ആ തരത്തിൽ ബലാത്കാരം നടത്തേണ്ട ഉത്തരവാദിത്വം ഒരാൾക്കില്ല. ദീൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മതത്തിൽ നിർബന്ധങ്ങളില്ലാതെ പറഞ്ഞത് എല്ലാവരുടെ കാര്യത്തിലാണ്. പുറത്തുള്ള ആൾക്കാരുടെ കാര്യത്തിൽ അതൊന്നുമില്ല, ഒരാളുടെ കാര്യത്തിലുമില്ല. ഓരോ മനുഷ്യന് അവരവരുടേതായ ബോധ്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ബോധ്യങ്ങളിൽ നമുക്ക് ഇടപെട്ടിട്ട് അവരെ ഏതെങ്കിലും തരത്തിൽ പഠിച്ചവനോട് അടുപ്പിക്കാൻ കഴിഞ്ഞാലും അത് ഭാഗ്യം. ഒരാൾക്ക് അതിന് പറ്റിയിട്ടില്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ഒന്നാമത് കൊടുത്തിട്ടുള്ള വലിയ ടെസ്റ്റാണ്. ആ ടെസ്റ്റിൽ ഒരാൾ ചിലർ പരാജയപ്പെടും. മാനസിക നിലയിൽ കുറെ വ്യത്യാസങ്ങളുണ്ട്. ചെറിയൊരു ഉദാഹരണം പറഞ്ഞാല് ടെൻഷൻ അനുഭവിക്കുന്നത് സ്ത്രീയും പുരുഷനും ഒരുപോലെയാണോ? ആ അല്ല. പുരുഷന് ടെൻഷൻ വന്നാൽ എന്താ ചെയ്യാം? ആരോടും ഉണ്ടല്ല അല്ലെ? ആരോടും ആ ടെൻഷൻ ഷെയർ ചെയ്യുക. ആകെ ഷെയർ ചെയ്യുന്നത് 2 അവസരങ്ങളിലായിരിക്കും. ഒന്നുകിൽ ഒരാളെ കുറ്റപ്പെടുത്താൻ വേണ്ടി, ഞാനല്ല അവനാണ് ചെയ്തതെന്ന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ നല്ലൊരു പരിഹാരം കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഷെയർ ചെയ്യും. അതല്ലെങ്കിൽ പുരുഷന്മാരൊന്നും ടെൻഷൻ ഒരാളോട് ഷെയർ ചെയ്യും എന്ന് മാത്രമല്ല, ആകെ ചെയ്യുന്ന കാര്യം പറ്റുകയാണെങ്കിൽ റൂമിലെ വാതിൽ അടച്ചിട്ട് ഫ്രോയിഡ് പറയേണ്ടത് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്നത് പോലെ കിടന്നുറങ്ങുന്നതാണ്. ആ പ്രശ്നത്തിനൊരു പരിഹാരം കിട്ടുന്നത് വരെ മൂപ്പര ആ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങില്ല. പക്ഷെ ഈ പാവം പെണ്ണ് വല്ലാതെ ബേജാറാവും. രാവിലെ പോയ ആളല്ലോ വൈകുന്നേരം. അവളിങ്ങനെ വന്നിട്ട് ചോദിക്കും, നിങ്ങൾക്ക് എന്താ പറ്റിയത്? രാവിലെ കണ്ട ആളല്ലല്ലോ, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? അവിടെ എന്തെങ്കിലും സംഭവിച്ചോ? ആരെങ്കിലും പറഞ്ഞോ? നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടായോ? ഇയാൾ അതൊന്നും മറുപടി അറിയില്ല. ഇയാൾ ആകെ പറയേണ്ട ഒരു കാര്യം ഉണ്ടാവുള്ളൂ, എനിക്കൊരു സമാധാനം നന്നായത് അല്ലെ? അപ്പൊ ഈ പെണ്ണ് പാവം കുട്ടികളെ പറഞ്ഞേക്കും, പാപ്പ രാവിലെ പോയതല്ല, വൈകുന്നേരം ആയപ്പോ ആകെ മാറിയിട്ട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കും പറയും. അയാൾ കുട്ടികളോട് ദേഷ്യപ്പെടും. അയാളത് ഷെയർ ചെയ്യൂല. ഇതെല്ലാം മനുഷ്യന്റെ കാര്യമാണ് കേട്ടോ. വളരെ ചെറിയ ചില വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം ചില ആളുകൾക്ക്. പക്ഷെ പൊതുവെ മനുഷ്യന്റെ പുരുഷന്റെ സഹജമായ രീതി ഇതാണ്. അപ്പൊ സ്ത്രീകൾ ആകെ ചെയ്യേണ്ട ഇത്ര കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയാം, അയാളെ ഒന്ന് വെറുതെ വിടുകയാണ് നല്ലത്. അയാൾക്ക് ആകെ വേണ്ടത് സ്വസ്ഥതയായിരിക്കും. കുറച്ച് സമയം അയാൾക്ക് സ്വസ്ഥത കൊടുക്കുക, അയാൾ അതിനൊരു പരിഹാരം കണ്ടെത്തി ആ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി വരും. സ്ത്രീക്ക് ടെൻഷൻ വന്നാലോ നേരെ തിരിച്ചെടുക്കും. ഒരു ടെൻഷൻ വന്നാൽ എല്ലാ ടെൻഷനോടും വരാൻ പറയും. ആ ടെൻഷനെ കുറിച്ചൊക്കെ അവർ ആലോചിച്ചുകൊണ്ടിരിക്കും. അവരുടെ ഈ തലച്ചോറ് ഭയങ്കര കണക്ഷൻ ആണല്ലോ. തലച്ചോറിന്റെ 2 ഭാഗങ്ങളും തമ്മിൽ ഭയങ്കര കണക്ഷനാണ്. അതിന്റെ ഫൈബർ കണ്ടന്റ് പുരുഷന് വളരെ നേർത്തതും സ്ത്രീക്ക് വളരെ കട്ടിയുള്ളതുമാണെന്ന് ശാസ്ത്രം പറയുന്നു. അതുകൊണ്ട് ഇത് രണ്ടും ചിന്തിക്കും. നമുക്ക് ഫോൺ വന്നാൽ അപ്പൊ നമ്മൾ TV ഓഫ് ചെയ്യില്ല, അല്ലെങ്കിൽ റേഡിയോ ആണെങ്കിൽ റേഡിയോ ഓഫ് ചെയ്യില്ല. നമുക്ക് ഫോണിൽ സംസാരിച്ചുകൊണ്ട് റേഡിയോ കേൾക്കാൻ കഴിയില്ല. അവർക്ക് കഴിയും. കൂട്ടുകാർ പറഞ്ഞു കൊടുക്കണം റെസിപ്പി കേട്ടുകൊണ്ട് അതേ ഭക്ഷണം ഉണ്ടാക്കും, അതേ സമയത്ത് തന്നെ കുട്ടികൾ ഭക്ഷണം കൊടുക്കും. അപ്പൊ ഇവരൊരു പ്രശ്നം നമ്മളോട് വന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ സൊല്യൂഷനെ കൊടുക്കുക. അവരത് സ്വീകരിക്കുക. അപ്പൊ നമുക്ക് അതിന്റെ പ്രസ്റ്റേഷൻ വരണ്ടോ? അവര് വന്നത് സൊല്യൂഷന് വേണ്ടി ആയിരുന്നില്ല. അവര് വന്നത് അവരുടെ പ്രശ്നം ഒന്ന് കേൾക്കാൻ ഒരാളെ തേടിയിട്ടായിരുന്നു. ഒന്ന് കേട്ടുകൊടുത്താൽ തീരുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു സ്ത്രീക്ക് സങ്കടങ്ങൾ കേൾക്കാൻ ഒരാളോ, സങ്കടങ്ങളും സന്തോഷങ്ങളും നമ്മൾ മൈൻഡ് ചെയ്യും. പക്ഷെ സങ്കടങ്ങൾ കേൾക്കാൻ ഒരാൾ അവൾക്ക് നിർബന്ധമാണ്. ആ ആളെയാണ് നമ്മളിൽ അവർ തരുന്നത്. അതുകൊണ്ടാണ് അവരുടെ വിഷമങ്ങളൊക്കെ വന്ന് പറയണം. നമ്മൾ ആകെ വേണ്ടത് എന്താണെന്നറിയോ? കണ്ണിലേക്ക് നോക്കിയിട്ടില്ല, അവളൊന്ന് കേട്ടുകൊടുക്കുക. എല്ലാ ഡിവൈസസും ഓഫ് ചെയ്യും. കേട്ട് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളെ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലെ? എന്താണ് കുറെ ഉണ്ടാവുകയല്ല, ഉള്ളത് എന്താണ് അതിനുള്ള സന്തോഷം. മനുഷ്യന്മാർക്ക് എന്താണ് അന്വേഷിച്ചത്? വേറൊന്നും വേണ്ട ആൾക്കാർക്ക്.
2-3 ദിവസം മുമ്പ് ഒരു സ്ത്രീയും അവളുടെ ഭർത്താവും വന്നതാണ്. അവളിങ്ങനെ കാണിച്ചു അവളുടെ മോതിരം, ഏറ്റവും വിലപിടിപ്പുള്ള മോതിരം കാണിച്ചത് പോലെ ഇത് പിരിഞ്ഞാന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികത്തിന് വാങ്ങി തന്നത്. ഇത് വേണമെങ്കിൽ ഞാൻ അങ്ങനെ ഊരിയിട്ട് വലിച്ചെറിയാം, എനിക്കിത് വേണ്ട, എനിക്ക് വേണ്ടത് ഈ മനുഷ്യന്റെ സ്നേഹമാണ് എന്ന് പറഞ്ഞിട്ടാണ് അവരങ്ങനെ കഴിയുന്നത്. മനുഷ്യന്മാർക്കൊക്കെ വേണ്ടതാണ് ഈ ഉപകരണങ്ങളും ലോഹങ്ങളൊന്നല്ല, വലിയ വീട് കെട്ടിടങ്ങളൊന്നല്ല മനുഷ്യന്മാർക്ക് വേണ്ടത്. അവർക്ക് നല്ല സമയമാണ്, സാന്നിധ്യമാണ്. പാതിരാവാദകളിലൊക്കെ മോശമായിട്ട് അവരെ കുറിച്ച് പറയുന്നത് അങ്ങനെയൊന്നും അല്ല. അവര് വളരെ സത്യസന്ധമായി ജീവിക്കുന്ന ആളുകളാണ്, ഗൾഫ് ഭാര്യമാരെന്നൊക്കെ പറയുന്നത്. അത്രയേറെ വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന, ഒറ്റപ്പെടലിന്റെ വ്യഥകളിലൂടെ കടന്നു പോകുന്ന പാവങ്ങളാണ്. അവരൊക്കെ ഇപ്പോഴും സന്തോഷത്തിലും സങ്കടങ്ങളിൽ ജീവിക്കുമ്പോഴും ഞാൻ നിവർന്നു നിൽക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? എല്ലാ തിരക്കിനിടയിലും മുമ്പിൽ ഒരു 10 മിനിറ്റ് നേരം സംസാരിക്കുന്നുണ്ട്. പുതിയതൊന്നും പറയണ്ടാവില്ല, എന്നും ഒരേ കാര്യം പറയണ്ടാവുക. അത് മതി. അവൾക്ക് മനസ്സിലായി എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, അയാൾക്ക് മനസ്സിലായി അവളെന്നെ കേൾക്കുന്നുണ്ട്. ഈ 5 മിനിറ്റോ 10 മിനിറ്റോ ഉണ്ടല്ലോ, അതുകൊണ്ടൊക്കെ തീരുന്നതാണ്, അതുകൊണ്ടൊക്കെ പരിഹരിക്കാവുന്നതാണ് ബന്ധുക്കൾക്കിടയിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. അതുകൊണ്ട് നമ്മൾക്കിങ്ങനെ നിവർന്നു നിൽക്കണമെങ്കിൽ, സമാധാനത്തിൽ കഴിയണമെങ്കിൽ നമ്മുടെ കുടുംബ സന്തോഷമാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞത് അവസാനിപ്പിക്കുകയാണ്. 3 മിനിറ്റ് ഉണ്ട്. അതെന്നറിയോ? നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് അനുഭവങ്ങളാണ്. വലിയ ബാങ്ക് ബാലൻസും, വലിയ സൗകര്യങ്ങളും, വലിയ കാറും, വലിയ മൊബൈലും, വലിയ വീടും, അതൊക്കെ നമ്മൾ കൊടുക്കണം. നമുക്ക് എന്താണോ കൊടുക്കാൻ പറ്റാത്തത് കൊടുക്കണം. പക്ഷെ അതൊന്നും ഒരു മനസ്സിലുണ്ടാവും. ഓരോ മനസ്സിലാകെ ഉണ്ടാവണം എന്താണെന്നറിയോ? നമ്മൾ കൊടുത്ത നല്ല അനുഭവങ്ങൾ മാത്രമേ, നമ്മൾ കാണിച്ചു കൊടുത്ത മനോഹരമായ അനുഭവങ്ങളാണ്. വാക്കായും പ്രവർത്തനങ്ങളായും ഓർമ്മകളായും അവരുടെ മുന്നിൽ നമ്മൾ കാണിച്ചു കൊടുത്ത നല്ല മാതൃകകളാണ്. റോണ്ടി പോഷ് എന്ന് പറഞ്ഞിട്ടൊരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹം ആക്ച്വലി എഴുത്തുകാരനല്ല, ഒരു സയന്റിസ്റ്റാണ്. ഗൂഗിളിലൊക്കെ വർക്ക് ചെയ്തതാണ്. 41-ാമത്തെ വയസ്സിൽ മരിച്ചു. 40-ാമത്തെ വയസ്സിൽ അയാളുടെ ശരീരത്തിൽ 20 ട്യൂമറുകളുണ്ട്. അയാളുടെ ജോലി രാജിവെച്ചു. അങ്ങനെ സാധാരണ അവിടെ നിന്ന് റിട്ടയർഡായി പോകുന്ന ആളുകൾ റിട്ടയർഡായി പോകുന്ന സമയത്ത് ഒരു പ്രസംഗം നടത്തും 60-ാമത്തെ വയസ്സിൽ. ആ പ്രസംഗം ഇദ്ദേഹം നടത്തുന്നത് 41-ാമത്തെ വയസ്സിലാണ്. 2008-ലാണ് ഈ പ്രസംഗം നടന്നത്. അന്ന് ലക്ഷക്കണക്കിന് ആളുകൾ അത് ലൈവായിട്ട് കണ്ടിരുന്നു. 2009 അത് പുസ്തകമായി പുറത്തിറങ്ങിയപ്പോൾ ആ വർഷം ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട പുസ്തകമായിട്ടത് മാറി. മലയാളത്തിൽ അതിന്റെ പരിഭാഷ ഇറങ്ങിയിട്ടുണ്ട്. അന്ത്യപ്രഭാഷണം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ദ ലാസ്റ്റ് ലെക്ചർ എന്ന് അടിച്ചു കൊടുത്താൽ യൂട്യൂബിൽ ആ പ്രസംഗം കാണാം. ആ പ്രസംഗം ഒന്ന് കേൾക്കണം. അതിൽ അദ്ദേഹം പറയുന്ന മുഴുവനും കുടുംബത്തെ കുറിച്ച്, മക്കളെ കുറിച്ച്, ഭാര്യയെ കുറിച്ച്, അമ്മയെ കുറിച്ച്, അച്ഛനെ കുറിച്ച് പറയുന്ന വാക്കുകളാണ്. അതിൽ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്തുകയാണ് ഓർമ്മയിൽ അത്രയേറെ തങ്ങി നിൽക്കുന്ന 1-2 വാക്കുകൾ. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ മോള് വലിയ കുട്ടിയാകുമ്പോൾ അവൾ അറിയണം, അവളുമായി ആദ്യമായി സ്നേഹത്തിലായ പുരുഷൻ അവളുടെ അച്ഛനായിരുന്നു. എന്റെ മോള് വലിയ കുട്ടിയാകുമ്പോ അവൾ അറിയണം, അവളോട് ആദ്യമായി സ്നേഹത്തിലായ പുരുഷൻ അവളുടെ അച്ഛനായിരുന്നു. ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ രണ്ടാളുടെയും സ്നേഹത്തെ കുറിച്ച് ആലോചിച്ച് ഒരു ദിവസം അഭിമാനിക്കും. നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാകണം അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മളാണ്. അതിന് നമ്മൾ അവരുടെ കൂടെ ജീവിച്ചിരിക്കണമെന്നൊന്നുമില്ല. 15 ദിവസം കഴിഞ്ഞ് മരിച്ചു പോകുന്ന ആളാ പറയുന്നത്. നമ്മളെ കുട്ടികൾക്ക് മനസ്സിലാവണം അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നമ്മളാണ്. അതിന് നമ്മൾ അവരുടെ കൂടെ ജീവിച്ചിരിക്കണമെന്നുണ്ട്. അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ ഭാര്യ ഭാഗ്യവതിയാണ്, അവൾ ഒരിക്കലും പറ്റിച്ചിട്ടില്ലാത്തൊരു ഭർത്താവിനെയാണ് അവൾ കിട്ടിയത്. ഇതുകൂടി കേട്ടതോടുകൂടി സദസ്സിൽ നിന്ന് ആ ഭാര്യ സ്റ്റേജിലേക്ക് ഓടിക്കേറി അദ്ദേഹത്തെ വാരിപ്പുണർന്ന് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, പ്ലീസ് ഡോണ്ട് ഡൈ, ദയവ് ചെയ്ത് മരിക്കരുത്. പക്ഷെ 15 ദിവസങ്ങളുടെ ഉള്ളിൽ ആ മനുഷ്യൻ മരിച്ചു പോയിട്ടുണ്ട്. നല്ല ഓർമ്മകളാണ് ഈ ലോകത്ത് ബാക്കിയാക്കാവുന്ന ഏറ്റവും വലിയ. ഹിറ്റ്ലറിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ലക്ഷക്കണക്കിന് ജൂതന്മാരുണ്ടായിരുന്നു. ചില അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടേക്ക് ഡോക്ടർമാരെ വിളിക്കും. എപ്പോഴൊക്കെ അങ്ങോട്ട് ഡോക്ടർമാർ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെയും ആ ഡോക്ടർമാരുടെ കൂടെ ഒരേ പെൺകുട്ടിയാണ് നഴ്സായിട്ട് വരിക. കുറെ കാലം കഴിഞ്ഞിട്ടാണ് ലോകത്തിൽ മനസ്സിലായത് അവിടെ ആ വന്നു പോകുന്ന സമയങ്ങളിൽ ആംബുലൻസിൽ ഒളിച്ചു കടത്തിയിട്ടുണ്ട്
2880 കുഞ്ഞുങ്ങൾ ആ ക്യാമ്പിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. ചെറിയ കാര്യമല്ല. 30 ലക്ഷം മനുഷ്യന്മാരെ കൊന്ന ആളുകൾക്ക് ആ പെൺകുട്ടിനെ കൊല്ലുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. അവർക്കത് നിസ്സാരമായ കാര്യമാണ്. വലിയ കാര്യമല്ല, നിസ്സാരമായ കാര്യമാണ്. ഇതൊക്കെ അത്ര വലിയ ധീരതയാണ് ആ പെൺകുട്ടി ചെയ്തത്. അവള് ഈ കുട്ടിയുടെ കരയാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉറക്കഗുളിക കൊടുക്കും. ചിലപ്പോ അവള് വീട്ടിൽ നിന്ന് വരുമ്പോ നായം കൊണ്ടാ വരിക. ഇത് നായ ഉറക്ക കുരപ്പിക്കും. അപ്പൊ നായയുടെ കുര കേട്ടാൽ ഈ കുട്ടിയുടെ കരച്ചിൽ കേൾക്കൂല. അങ്ങനെ കാവൽക്കാരിൽ നിന്ന് മെല്ലെ ഈ കുട്ടികളെ രക്ഷിച്ച് ജീവിതത്തിന്റെ ആകാശത്തേക്ക് തുറന്നു വിട്ടത് 2850 കുഞ്ഞുങ്ങൾ. കുറെ കാലം കഴിഞ്ഞൊരു പത്രക്കാരൻ ഈ പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട്, എവിടുന്ന് കിട്ടി അതിനുള്ള ധൈര്യം? അവള് പറഞ്ഞു, ആ ധൈര്യം എനിക്ക് എന്റെ അച്ഛൻ തന്നതാണ്. അച്ഛൻ ഡോക്ടറായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. പകർച്ചപ്പനി ഉണ്ടായി. എല്ലാ ഡോക്ടർമാരും അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. ഇയാൾ മാത്രം എങ്ങോട്ടും പോയില്ല. ഓരോ വീടുകളിലും കയറിയിറങ്ങി രോഗികളെ ചികിത്സിച്ച് ഒരുപാട് രോഗികളെ സുഖപ്പെടുത്തി. പക്ഷെ പെട്ടെന്ന് ആ നല്ല മനുഷ്യനെ രോഗം പിടികൂടി അദ്ദേഹം മരിക്കുകയും ചെയ്തു. മരിക്കുന്നതിന്റെ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് മകളെ ഇങ്ങനെ വിളിച്ചു. എന്നിട്ട് മകളോട് ഒരൊറ്റ വാക്കാണ്, എന്റെ മോളെ, അച്ഛനൊരൊറ്റ കാര്യം മോളോട് പറയാനുള്ളൂ. ഒരാൾ മുങ്ങി മരിക്കുന്നത് കണ്ടാൽ മോൾക്ക് നീന്തൽ അറിയില്ലെങ്കിലും ആ പുഴയിലേക്ക് എടുത്തു ചാടും. ഈ ലോകത്ത് ബാക്കിയാക്കാവുന്ന ഏറ്റവും നല്ല കാര്യം കരുണയാണ്. നമ്മുടെ മക്കൾക്ക് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല കാര്യം അനുഭവങ്ങളാണ്, ഓർമ്മകളാണ്. നല്ല ഓർമ്മകൾ ബാക്കിയാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ എല്ലാ മനസ്സിലും നല്ല ഓർമ്മകൾ ബാക്കിയാവട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയുണ്ട്, റബ്ബി ജഅൽ ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. വരാനിരിക്കുന്നവർ എന്നെ കുറിച്ച് നല്ലത് പറയണേ പഠിച്ചോനെ. നല്ലത് പറയട്ടെ മനുഷ്യൻ. നല്ല ഓർമ്മകൾ ബാക്കിയാവട്ടെ. നമ്മുടെ ബന്ധങ്ങളിലെല്ലാം നന്മയുടെയും സുഹൃതങ്ങൾ ബാക്കിയാവട്ടെ. തണുക്കാതിരിക്കട്ടെ മനുഷ്യൻ. നമ്മൾ പറഞ്ഞു പഴകിയതാണ് അല്ലേ? നിങ്ങളെല്ലാവരും കേട്ടതാണെന്ന് എനിക്കറിയാം. മനുഷ്യന്മാരിങ്ങനെ തൊട്ടാൽ ചെറിയ ചൂടുണ്ടാവും. ഒരു ദിവസം തൊട്ടല്ലേ നമ്മളിത് പറയുമ്പോൾ നമ്മൾ ഇത്രയും കാലത്ത് കണ്ടിട്ടില്ല തണുപ്പ്. പക്ഷെ 2 ദിവസം മുമ്പ് എന്നെ ഒരു പെൺകുട്ടി വിളിച്ചു. എന്നോട് അവള് പറഞ്ഞതാണ്, സാറിന്റെ പ്രസംഗത്തിൽ ഞാൻ കേട്ടു, മനുഷ്യനെ ഇങ്ങനെ തൊട്ടാൽ തണുക്കുമെന്ന്. ഞാനത് അറിഞ്ഞു. എന്റെ ഭർത്താവ് മരിച്ചു അപകടത്തിൽ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് മോർച്ചറിയിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നപ്പോ ഞാൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. നിങ്ങൾക്കറിയോ, ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോ ബീഫ് എങ്ങനെയായിരുന്നു അതുപോലെയായിരുന്നു ആ ശരീരം. തണുത്തുപോയിരുന്നു. പിന്നെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞൊരു കാര്യം ഉണ്ടാവും, കൊടുക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാം